കാണിച്ചേരട്ടോ, എല്ലാവർക്കും കാണിച്ചേരാ. മനസ്സ് മൊത്തം കൊണ്ടുവന്നിട്ട് ഓളെ വേറെ ആള് കൊണ്ടുപോയി. ഞാൻ എന്റെ കഴിഞ്ഞ അപ്പൊ ഇതിന്റെ വില മനസ്സിലാവും. പഠിച്ചോനെ നിങ്ങൾ കാത്താളേ. കറക്റ്റ് സ്ഥലത്ത് ബെഡിട്ടുണ്ട്. കൈക്ക് കാലൊന്നും പറ്റിയില്ല. അല്ല വന്നാ എല്ലാരും ഇല്ലേ? ഹോസ്പിറ്റലിലേക്ക് എടുത്തോളി. ആ സാബുവിന്റെ തലക്ക് പ്രാന്ത. അഹമ്മദാജിയുടെ മകള് ഷാഹിനെ വഞ്ചിച്ചെന്നും പറഞ്ഞ ഇന്നവൻ തൂങ്ങിയത്. ഈ നാട്ടിലെ ഏത് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാലും ആ പെൺകുട്ടിയായിട്ട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് സാബു ആത്മഹത്യ ചെയ്യാൻ പോകും. എനിക്കൊരു പെൺകുട്ടിയായിരുന്നെങ്കിലേ അവളുടെ കല്യാണത്തിന്റെ പിറ്റേന്ന് അവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയനെ. പ്രസിഡന്റ് പ്രതികാരം തീർക്കുകയാണല്ലേ? അതെ, പെട്രോളിന്റെ വില ബാരലിന് കുറഞ്ഞെന്നും പറഞ്ഞേ പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ പെട്രോളിന്റെ വില കുറക്കണമെന്നും പറഞ്ഞ് എന്നെ കൊല്ലാൻ നടക്കണ. പിന്നെ അവരെ ഞാൻ എന്ത് ചെയ്യണം? ഇനിയെങ്ങാനും ഹാജിയുടെ മകൾ ഷാഹിനായിട്ട് അവന് മുഹബത്ത് ഉണ്ടായിട്ടുണ്ടാവുമോ? കൊലക്ക. ഇന്നത്തെ കാലമാണേ, ഒന്നും പറയാൻ പറ്റൂല. പറയാൻ പറ്റിയില്ല. സൈക്കിള് അല്ലെ കാറില് ചേറിപ്പായിന്ന എന്റെ സായിനോട് കോളോട് പറയാൻ പറ്റിയില്ല. കോളസ്റ്റാന്ന്. ഓ, അപ്പൊ ഇത് മറ്റേതാണല്ലേ? മറ്റേതാ? ആ, ഹൈവേ. ഹൈവേ? ഒരാൾക്ക് മാത്രം അങ്ങോട്ട് തോന്നുന്നൊരു സ്നേഹമുണ്ടല്ലോ, അത് ഹൈവേ അല്ല, ബ്രോഡ്വേ. അതായിരുന്നു വൺ വേയുടെ കാക്ക. അതെന്തേലും ആട്ടെ, എനിക്കതല്ലടാ ദുഃഖം. നീ എന്തോരം പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയി, എന്നിട്ട് നീ ചത്തോ? എടാ, ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോ നല്ല കയറയിൽ നീ കൈക്കരുതണ്ടേ? എത്ര കാലം ഇങ്ങനെ നാണം കെടും? അപ്പൊ ഞാൻ മരിക്കണല്ലേ നിങ്ങക്ക് എന്നാണോടാ പറഞ്ഞതിന്റെ അർത്ഥം? നിന്റെ ഒതുക്കലിന് നെയ്ച്ചോറും ബീഫും തിന്നാൻ ഒരാഗ്രഹം. ഫൈസി, രാത്രി ഇത്തിരി നേരത്തെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് വാപ്പ. ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടേ? ഷാഹിന, എനിക്ക് ഓഫീസിൽ നല്ല തിരക്കാണ്. മാക്സിമം ഒരു ദിവസം, അതിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് എവിടെ പോയി വരാനാ? മൈസൂരോ ഊട്ടിയോ നോക്ക്. അല്ലെങ്കിൽ ബെൻസി ഹോളിഡേസിന് നല്ല ടൂർ പാക്കേജ് ഉണ്ട്. ഓൺലൈനും ചെക്ക് ചെയ്ത് നോക്ക്. ഉപ്പ, മൈസൂറും ബാംഗ്ലൂറൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ. അതൊന്നും വേണ്ട. ഇപ്പൊ എല്ലാരും പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വിട്ടാലോ? ഏത് സ്ഥലം? നാവിന്റെ തുമ്പത്ത്. മൂന്നാർ. കുളുമണാലി അല്ലെന്നേ. കിട്ടി. സ്ഥലത്തിന്റെ പേര് പിക്നിക്ക്. എന്തെല്ലാരും ചിരിക്കണേ? എന്റെ കോയ, ടൂർ പോകുന്നതിന്റെ വേറൊരു വാക്കാണ് പിക്നിക്. അങ്ങനെയാണെങ്കിൽ വേണ്ട, എങ്കിൽ പിന്നെ കാശ്മീർ പോവാം. ഹണിമൂണിനോടൊപ്പം വെടിവെച്ചെങ്കിൽ. എന്തിന്റെ വെച്ചാ? പട്ടാളക്കാരെ വെടിവെച്ചേ. ഓഫീസ് വിട്ട് ഒരു ദിവസം കൂടുതലൊന്നും എനിക്ക് നിൽക്കാനാവില്ല. എന്റെ ഫൈസി, എന്റെ ഒരു ഓഫീസ്. ശനി ഞായറും പറ്റൂലേ മോനെ? ഇല്ല, ഈ ശനിയാഴ്ച എന്റെ വെല്ലുമ്പാട് ആണ്ടാണ്. പിന്നത്തെ ശനിയാഴ്ച ആയാല വെല്ലുപ്പാടാണ്ട്. ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് രണ്ടുപേരും അത്രയ്ക്ക്. അപ്പൊ അവിടെ സുഖമായിട്ട് കിടക്കാൻ സമ്മതിക്കാതെ കൂടെ പോയി അല്ലേ? പോയാ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്ക. ഫൈസി, എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിന്നീടുള്ള ഞായറാഴ്ച ആരെങ്കിലും ആണ്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഫൈസിയുടെ ബാപ്പയുടെ ആണ്ട് ആഘോഷിച്ചാലോ? എന്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന ബാപ്പാടാണ്ടാണോ കഴിക്കണ്ടേ? ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ആണ്ടാഘോഷിക്കുമ്പോ ബാപ്പയ്ക്കും പങ്കെടുക്കാലോ. അതൊരു വെറൈറ്റി അല്ലേ? എന്റെ മാമ, ഇന്നേക്കുള്ളതായി ഒന്ന് നിർത്തിയേ. ഞാനും ഫൈസിയും വയനാട്ടിലൊരു നൈറ്റ് പാർട്ടി പ്ലാൻ ചെയ്തിരിക്കാം. അല്ലേ ഫൈസി? ഷൈന, നീ എന്ത് പാർട്ടി ഉദ്ദേശിക്കുന്നത്? നൈറ്റ് പാർട്ടി. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഷാഹിദൊക്കെ. എന്റെ ഫൈസി, മീര നമുക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒന്നാണിത്. പോരാത്തതിന് എത്ര നാളായി ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് ഒന്ന് കൂടിയിട്ടെന്നറിയോ? നൈറ്റ് പാർട്ടിയുടെ പേര് കള്ളം കുടിച്ച് ആടിപ്പാടി എനിക്കൊന്നും തീരെ ഇഷ്ടമല്ല ഷായി. കുടിക്കാത്തവരും ഉണ്ട് ഫൈസി. അവനവന് വേണമെങ്കിൽ ആവാം. ടെസയുടെ ഭർത്താവും സമീറയും ഒന്നും കഴിക്കില്ല, പക്ഷെ അവര് പങ്കെടുക്കും. എല്ലാം ഒരു സന്തോഷല്ലേ?
നിനക്കൊരു ദിവസമൊക്കെ അല്ലേ മാറി നിൽക്കാൻ പറ്റൂ. ഇതിപ്പോ ഒരു രാത്രി മതി. ഒന്ന് ചിരിക്കടോ, നമുക്കൊന്ന് പോയി ചില്ലാവാടോ. എന്താ ഇത് ഫൈസി, കാറിലോ? പിന്നെ കാറിലല്ലാതെ. ഒന്ന് ചില്ലാക്കാൻ പോകുമ്പോ ഒരു ത്രില്ലി പോണ്ടേ ഫൈസി? നല്ല ചേർച്ചയല്ലേ? എന്റെ നെഞ്ച് കീറി വിളിച്ചിട്ടാ ഓനും കൊണ്ടോള് പോണത്. എന്റെ സാബു, ഈ നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോണ ഓരോ പെണ്ണും നിന്റെ ഹൃദയം കീറി മുറിച്ചിട്ടാ പോണെന്ന് നീ പറയുമ്പോ നിന്റെ ഹൃദയം ഏകദേശം ഈ ടാറ് പടി കഴിഞ്ഞ റോട്ടിലെ വാട്ടർ അതോറിറ്റിക്കാര് പൈപ്പിടാൻ കുടിച്ചതുപോലെ ആറിഞ്ചം പുറിഞ്ചം കീറി മുറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സത്യം, അതാ വഞ്ചകയ്ക്ക് അറിയില്ലല്ലോ. വഞ്ചകിയോ? എടാ, ഈ പറയുന്ന പെണ്ണുങ്ങൾ ആരെയും നിന്നോട് പ്രേമമാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്റെ കുറ്റാണോ? അല്ല, അത് അവരുടെ കുറ്റമാണ്. എങ്കിലല്ലേ ആ പേര്. ഫൈസി, what do you want? We want you. ഇന്ന് രാത്രി മുഴുവൻ. What? Excuse me? ഫൈസി, 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 ഫൈസി. ഇതുപോലെ തണുത്ത് കിടക്കുന്നവനെ കിട്ടിട്ട് നിനക്ക് എന്തേനാ മോളെ? അവരടിച്ച് പഴമല്ലോ മോളെ. നമ്മളൊക്കെ MD അടിച്ചതിനേക്കാളേ മുന്തിയ സാധനമാ ചെക്കനടിച്ച് കയറ്റിയേക്കണേ. ചെക്കനോടെ കിടന്ന് നിർമാദിക്കട്ടെ, നമുക്കൊരുമിച്ചൊരു ചില്ലേ തല. അല്ലട റോബിയേ, ഇത് ഞങ്ങൾ ഓടിച്ചിട്ടുണ്ടെന്നാണ് ബ്രോ. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പങ്കിട്ടെടുക്കാന്നേ. ആഹാ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
സോറിയോ? എന്തോന്ന് സോറി? നിന്റെ കാലിനിടെ വെച്ചിരിക്കുന്ന ഈ 2 ഏക്കർ സാധനം മര്യാദക്ക് ഓടിച്ചോണം കേട്ടോടാ. കാലിനിടെ വെക്കണ സാധനം റോഡിന് നടുവ് വെച്ച എങ്ങനെയാ ചേട്ടാ? ഇതെന്താ സംഭവം? ഇത് ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിലുള്ള പരിപാടിയാ, നീ വിട്ടോ. എന്താടാ, നിന്നോടല്ലോടാ വിട്ടോളാൻ പറഞ്ഞു. അതല്ല ചേട്ടാ, നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിലുള്ള പരിപാടിയാണെങ്കിൽ ഉഭയസമ്മത പ്രകാരം കുറ്റകരമല്ലെന്ന് കോടതി വിധിയുണ്ട്. കൊച്ചിന്റെ മുഖം കണ്ടിട്ട് സമ്മതമില്ലാത്ത പോലെ. കൊച്ചിന് സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താടാ പ്രശ്നം? സമ്മതമില്ലാതെ എന്തെങ്കിലും നട പീഡനമാ. പേപ്പറിലും ടിവിയിലൊക്കെ ന്യൂസ് വരുന്നേ. ഈ സുന്ദരമായ മുഖമൊക്കെ ടി വി വന്ന മോശമല്ലേട്ടാ? വിട്ടോ, അതാ നല്ല നിനക്ക്. അതല്ല ചേട്ടാ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പീഡിപ്പിച്ച വീഡിയോ ഒക്കെ വരുമ്പോ ഓരോരുത്തന്മാര് കമന്റ് ഇടും, തല്ലിക്കൊല്ലണകുമാരെ, സാധനം ചെത്തിക്കളണമെന്നൊക്കെ. അതിന് നിനക്കെന്താടാ വേണ്ടത്? നീയും കമന്റ് ഇട്ടോ അല്ലടാ. ഈ സോഷ്യൽ മീഡിയയിൽ പീഡനം നടന്നു കഴിഞ്ഞ് പറയുന്നതിന് നല്ലത് നടക്കും മുമ്പേ അത് ചെത്തിക്കളയുന്നതല്ലേ അതിന്റെ ഒരിത്. എന്ന് വെച്ചാ ഇനി മേലാൽ ഒരു വണ്ടി ഓടിക്കാൻ നീ ആഗ്രഹിക്കരുത് കേട്ടോ. നാട്ടിലേക്കാണ് ഒറ്റക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. അതവിടെ ഇരുന്നോട്ടെ, തിരിച്ചു വന്നിട്ട് ഞാൻ എടുത്തോളാം. ഇതെന്താ ഇവിടെ? കൊറേ പിടിച്ചിരിക്കുന്നു, വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട്. ഇയാൾക്ക് വേണോ? ഈ കാര്യത്തിൽ മത സമത്വമില്ലല്ലേ? നേരം അതിരാവിലെ തന്നെ മീനിന് തീറ്റ കൊടുക്കാൻ പോണോ? അല്ലടാ, എന്റെ ബാപ്പാക്ക് മുട്ടപ്പത്തിനും ബീഫും കൊടുക്കാൻ പോവാ. എന്തേ ചൂടാവല്ലേ ബ്രോ? ഞാൻ തമാശ പറഞ്ഞല്ലേ. അല്ല, തമാശാണ് മുത്തേ, നേരത്തെ പറയണ്ടേ? കൊറേ ചിരിച്ചിട്ട് നിക്കല്ലേ. ആ പെട്ടെന്ന് നിക്ക്. ഐശ്ശേരി ജേ
ആ പുറത്തേട്ട് അകത്തേട്ടേക്ക് ഇല്ലേ വരാനാച്ചിട്ട് ആരെ പൊരിച്ചടിച്ചു. ഓക്കെ ബ്രോ. ചെറിയ തകരാറുണ്ടോ? ഇത് ഷാ നിന്റെ ഷായിനല്ലേ? അപ്പൊ പൈസ അപ്പൊ ഇവനാരാ? രാവിലെ തന്നെ ആകെ ടെൻഷനായല്ലോ. ഇത് ആരോടൊന്ന് പറയാ? ഇല്ല, എന്റെ ഷാഹിനെ കുറിച്ച് ഒരഭാവം ഞാൻ ആരോടും പറയില്ല. പടച്ചോനാണ് പറയില്ല. പടച്ചോനാണ് സത്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കണ്ടെന്നാ? ഓൻ പുറത്തേക്ക് ഇട്ട് അല്ല, ഓൻ മൂത്ര വെച്ച് ഷാഹിനും കൊണ്ട് ബൈക്ക് കയറി പോണ്. എവിടേക്കോ കറങ്ങി നടന്ന് ഉറക്കം വെച്ചിട്ടുള്ള വരവാന്ന് ഉറക്കക്ഷീണം കണ്ടാറേ മുഖത്ത്. ഇതൊക്കെ ഉള്ളതാണോ? നമ്മളെ വലിയ പള്ളിയാണ് സത്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ നമ്മളെ സ്നേഹബന്ധം കൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഇത് ഞാൻ കണ്ടത് പറയണ്ട, ഈ നേരിട്ട് കണ്ടത് പറഞ്ഞാൽ മതി. ആകൃതിരുത്തോ? ഓ, അത് കൊള്ളാം. ഞാൻ അപവാദം പറഞ്ഞു പരത്തുന്നു എന്നുള്ള ക്രെഡിറ്റ് എനിക്കിരുന്നോട്ടെന്ന്. എന്റെ പൊന്നു സാബുമോനെ, ഞാൻ ഇത് കേട്ടെന്ന് വെച്ച് കണ്ണി കണ്ട കാക്കയോടും പൂച്ചയോടും പറഞ്ഞു നടക്കുന്ന ആളല്ല. നീ പറയാ ആള് നോക്ക്. കണ്ടെന്നുള്ളൂ സത്യ, പക്ഷെ കൂടെ ഉള്ളത് പൈസയല്ല. പിന്നെ ആരാ കണ്ടത്? സാബു. ആ പ്രാന്തൻ സാബുവോ? സാബു മിന്നായ പോലെ കണ്ടുള്ളൂ. ശരിക്കും കണ്ടത് ഞാനാ. ബൈക്കിലിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നാ പോയത്. അതും ഒരു അന്യപുരുഷന്റെ കൂടെ. അതാണ് ഹൈലൈറ്റ്. അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ശരിയല്ല സെട്ടാ. ആ റൈറ്റ്. കണ്ട ബംഗാളി പോലും മലയാളിയെ പോലെ അപവാദം പറയാൻ പഠിച്ച്. നീ ബാർബർമാരുടെ മാനം കാക്കും ബായി. ഒരു പുരോഗമനവാദിയും പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാനിതൊന്നും എതിരല്ലാട്ടോ. എന്തിന്? ബംഗാളി പരദൂഷണം പറയുന്നതിനോ? അല്ല, ബൈക്കിൽ കൂടെ പോയതിന്. അല്ല, നമ്മളിപ്പോ ആരുടെ ഭാഗത്ത് വെക്കും? ഈ അഹമ്മദാജിയും ജബ്ബാറും രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാ. പ്രസിഡന്റ് ഹാജിയാരുടെ ഭാഗത്തേക്കാം, മറുതലയ്ക്ക് ഞാൻ നിന്നോളാം. എന്തിന്? കുടുംബം കലക്കാൻ. അതൊരു രസമല്ലേ ബായി? താനൊന്ന് പോയോടെ അവിടുന്ന്. ആ കുട്ടിക്ക് അയാളുടെ വല്ല ലിഫ്റ്റ് കൊടുത്തായിരിക്കും. എന്നാൽ ഇങ്ങനെ ഒട്ടി ചേർന്ന് പോകുന്നത് ശരിയല്ല ചേട്ടാ. നീ വീണ്ടും ബാർബർമാരുടെ മാനം കാക്കുന്നു. കണ്ട, ആ ബംഗാളിയുടെ വിവരം പോലും ഇല്ല പ്രസിഡന്റിക്ക്. എടോ മുക്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പരത്തുന്നത് ശരിയല്ല. സംഗതി ഞാനേ കണ്ടിട്ടുള്ളൂ. എന്നാലും ഞാനിത് ഇവിടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? പൈസയെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ കുട്ടിയും കാമുകനും കൂടി പൈസ വല്ല അപായപ്പെടുത്തിയ മറ്റാണോ? താനൊന്ന് പേടിപ്പിക്കാതിരിക്കോ? എടുക്കണല്ലേ? ഇല്ല. വയനാടാണെങ്കിൽ വല്ല ചുരത്തിന് തള്ളിയിട്ടാണോ? ഫോൺ കേടായിട്ടുണ്ടാവില്ല, അതാ ബെല്ലടിക്കണേ. താനൊന്ന് മിണ്ടായിരിക്കോ? നമുക്കൊന്ന് പോലീസിനെ അറിയിച്ചാലോ? കുറച്ചു നേരം കൂടി കാക്കട്ടെ, ഞാൻ അഹമ്മദിനൊന്ന് വിളിക്കാം. ഹലോ. ആ, ഷാഹിന വന്നോ? ഫൈസി? ഒന്നിച്ചു പോയ രണ്ടുപേരിൽ ഷാഹിന മാത്രം വന്നു. ഇവിടെ കൂടെയുള്ളയാൾ തിരിച്ചു വന്നിട്ടുമില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വന്നപ്പോ മുതലേ മോള് കഥ കടച്ചിരിപ്പ, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഷാഹിന തനിച്ചാണോ വന്നത്? അല്ല. പിന്നെ ആരുമായ ഷാഹിന വന്നത്? കഥക്ക് തുറന്നാലല്ലേ ചോദിക്കാൻ പറ്റൂ, അതിൽ തുറക്കണ്ടേ? എന്റെ മോനെന്തെങ്കിലും സംഭവിച്ചാൽ അജയര് ഞാൻ ഈ ഷാഹിന വേറൊരുത്തിന്റെ ബൈക്കിലെ വന്നെന്നുള്ള കാര്യം താൻ എന്നോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോ? അത് കൊള്ളാം. ഒരു പ്രസിഡന്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ഏയ്, അങ്ങനെയല്ല. തന്നെ എനിക്ക് വിശ്വാസമാണ്. താൻ അങ്ങനത്തെ ഒരാളുമല്ലെന്ന് എനിക്കറിയാം. അല്ല, അതിലൊരു തിരുത്തുണ്ട്. പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാരും കൂടി ഞങ്ങളൊന്ന് കൂടിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു. അടിപൊളി. അവരൊരു 14 പേരില്ലേ? അവരോട് ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞേക്കണം. അവര് ഞാൻ പറഞ്ഞാൽ കേൾക്കും. അല്ലെങ്കിൽ കേന്ദ്രത്തിലെ വിഹിതം ഞാൻ തടയുന്ന അവർക്കറിയാം. അതല്ല പ്രശ്നം. പിന്നെ അവര് 14 മെമ്പർമാരും ഗ്രാമസഭ കൂടിയിരിക്കുക. പറഞ്ഞു വന്നാൽ ഇതിനി പഞ്ചായത്തിൽ അറിയാൻ ആരും ബാക്കിയില്ലെന്ന് ചുരുക്കം, അല്ലേ?
ഷാന, ഷാന, The number you have dialed is presently not reachable. Please try again later. മോളെ ഷാഹിന, മോളെ വാതിലോർക്ക് മോളെ മോളെ ഷായന വാതിലോർക്ക്. തുറക്ക് മോളെ. പൈസ എവിടെയും ചോദിച്ച് ജബ്ബാർ വിളിച്ചിരുന്നു. മോളെ വാതിൽ തുറക്ക്. എന്താ മോളിത്? വാതിലോർക്ക്. മോളെ ഷാഹിന. എന്താടാ ഉണ്ടായത്? ഫൈസി, നീ കുളിച്ച് ഡ്രസ് മാറിയിട്ട് വാ. നമുക്കിപ്പോ തന്നെ ആചാരം വീട്ടിൽ പോവാം. കെട്ടിയവനുമായി ട്രിപ്പ് പോയ മകൾ മറ്റൊരുത്തന്റെ കൂടെ ബൈക്കിൽ തിരിച്ചു വരുന്നത് ശരിയായ രീതിയല്ല അഹമ്മദെ. അത് ശരിയല്ലേ, പക്ഷെ ഫ്രണ്ടാണെങ്കിലോ? എന്റെ കോയ, നമ്മുടെ നാട് അത്രയ്ക്കൊന്നും പുരോഗമിച്ചിട്ടില്ല. ഞാനും അതുകൊണ്ട് രാത്രി ഭർത്താവിനൊപ്പം പുറത്തുപോയിട്ട് രാവിലെ ഫ്രണ്ടിന്റെ കൂടെ തിരിച്ചു വരുന്നത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് അല്ലേ? കോയ, വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. അളിയ ഒന്ന് മിണ്ടാതിരിക്കേ. ഷാഹിനായിട്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. പൈസ ഈ നൈറ്റ് പാർട്ടിക്ക് പോണ കാര്യം എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഷാഹിനയ്ക്ക് വേണ്ടി അവിടെ പോയി. അവിടെ എത്തിയിട്ട് എന്നെ മയക്കിക്കടത്തി അഴിഞ്ഞാടി വേറൊരുത്തന്റെ ഒപ്പം തിരിച്ചു വന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ എനിക്കിനി ബുദ്ധിമുട്ടുണ്ട്. എന്നെ കുറിച്ച് ആലോചിക്കാതെ, ലഹരി ഒടിച്ച് ബോധമില്ലാതെ ഒരു പ്രശ്നം വന്നപ്പോ എഴുന്നേക്കാൻ പോലും ആവാതെ കിടന്ന ഫൈസിയെ പോലെ ഒരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആഹാ, അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ടോ? ഒരു പെണ്ണിന്റെ ധൈര്യം അവളുടെ ഭർത്താവാണ്. അത് നല്ല പെണ്ണുങ്ങൾക്ക്. രാത്രി പാർട്ടിയും ക്ലബും കൂട്ടുകാരായിട്ട് കിടക്കുന്ന നിന്നെ പോലുള്ളവർക്കല്ല. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എന്റെ ഭർത്താവായ നിങ്ങളുടെ ഒപ്പമാണ് ഫൈസി. ആയിക്കോട്ടെ, ഭർത്താവിനൊപ്പം ടൂർ പോയി ഒരുത്തി രാവിലെ കാമുകനായിട്ട് തിരിച്ചു വന്ന നാട്ടിൽ മൊത്തം പാട്ടാണ്. ഒരു ഒത്തുതീർപ്പിന് വേണ്ടി വന്നതല്ലേ, ഇനി വേണ്ടാന്ന് വെക്കാന്ന് പറയാൻ വേണ്ടി വന്നതാ. എന്ന് വെച്ചാ തലാഖ്. 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 എന്താ ഭാസ്ക, നമ്മുടെ പാർട്ടി വന്നതിന് ശേഷം സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞില്ലേ? പിന്നെ മനുഷ്യന്മാരുടെ വില വരെ കുറഞ്ഞു. അതെന്റെ കുറ്റമല്ലോ. ഓ അയ്യോ, അതങ്ങനെ പറഞ്ഞാൽ ശരിയാവും. പെട്രോളിന് ലോക വിപണിയിൽ ബാരലിന് വില കുറയുമ്പോ ഈ പഞ്ചായത്തിൽ ഈ വില കുറയ്ക്കേണ്ട പ്രസിഡന്റ് ശരിയാ. അല്ലെ പിന്നെ നിങ്ങൾ എന്തിനാ പഞ്ചായത്ത് പ്രസിഡന്റാന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നത്? സാബു, കത്തിക്കണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ വേഗം പറഞ്ഞു വിളിക്ക്. ഫൈസിയും ഷാഹിന്റെ കേസ് എനിക്ക് കേൾക്കണ്ട. ഫൈസിയും ഷാഹിനെ മുടി ചൊല്ലി. സത്യമാണോ? ആ സത്യം. ആര്യാരോട് പോയി പറഞ്ഞാലേ ഓളെ രണ്ടാം കെട്ട് കെട്ട സാവുമോ റെഡിയാന്ന്. ഒറ്റ ഇത് ബ്രോക്കർ കാശായിട്ട് കൂട്ടണ്ട, പൈച്ചെലവിന് വെച്ചാൽ മതി. ഇയാൾ എന്തെങ്കിലും പെട്രോളിന്റെ വില കുറച്ച് 50 ആകുന്നുണ്ടെങ്കിൽ അന്ന് അടിക്കാൻ വെച്ചതാ. വെച്ചോ, ചെല് ചെല് പോ.
ഷൈന, ഞാനിതൊക്കെ പിന്നീട് അറിഞ്ഞത്. റോബിനിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. വൈകിപ്പോയി മീര. കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞങ്ങൾ വന്നത്. പൈസയോട് വേണമെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം. കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷാഹിനയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കും. നിങ്ങൾക്ക് തോന്നുമ്പോ മൊഴി ചൊല്ലാനും ഇഷ്ടം തോന്നുമ്പോ കെട്ടാനും നമ്മളെ മോളെന്താ? തെറ്റ് പറ്റിപ്പോയില്ലേ രണ്ടുപേർക്കും? രണ്ടുപേർക്കോ? നമുക്ക് തെറ്റൊന്നും പറ്റിയില്ല. ദാ ഇവന്റെ എടുത്തേട്ടോ. അളിയ, ജബ്ബാറിന്റെ ഫോൺ വന്നപ്പോ തന്നെ ഞാൻ മോളോട് കാര്യം പറഞ്ഞു. അവൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ എന്ത് പക്ഷേ? അങ്ങനെ കുറെ പക്ഷയൊക്കെ ഉണ്ട്. ഒക്കെ വഴിയറിയാം. ഇടക്കെട്ട് അല്ലേ? ഈ പേരിനൊരു ഇടക്കെട്ട് കെട്ടിയാ പോരെ? കൂടെ പാർപ്പിക്കണമെന്നൊന്നുമില്ലല്ലോ. വേണ്ട, ഇടക്കെട്ട് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ ആയിക്കോട്ടെ. പക്ഷേങ്കിൽ അത് മതാചാരപ്രകാരാവൂല. ഒരു കെട്ട് കഴിഞ്ഞ് അത് മൊയ്യൊല്ലി കഴിഞ്ഞാല് പിന്നെ ഓളെ കെട്ടണമെങ്കിൽ വേറെ ആൾക്കൂടെ ഓളെ കെട്ടിക്കണം. ഒരു ദിവസം കൂടെ പാർപ്പിക്കും വേണം. എന്നിട്ട് മൊയ്യൊല്ലണം. എന്നാ മാത്രമേ ഓളെ വീണ്ടും കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓനൊന്നും അറിയില്ലൊന്നും പറഞ്ഞു കൊടുക്കുക ജബ്ബാറെ. ആ നിയമം പാലിച്ചാലേ കെട്ടുന്നേ ഞാൻ നിൽക്കുള്ളൂ. അത് മഹലിന്റെ നിയമമാണ്, പള്ളിയുടെ തീരുമാനമാണ്. മഹല്ല് കമ്മിറ്റിയും പള്ളിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇല്ലല്ലോ സ്ഥാതെ. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു ദോഷം ഉണ്ടാകരുത്. ഇരുമ്പിന്റെ അടുത്ത് കാന്തം കൊണ്ടുവച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അതല്ലാത്തൊന്നും കണ്ടെത്തിയാ പോരെ? പെണ്ണിനെ കണ്ടാ മയങ്ങിപ്പോവാത്തൊരുത്തിന് നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനത് അളക്കാനുള്ള മെഷീൻ വല്ല നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ ഉണ്ടായിരിക്കും. ചെക്കനും ബാപ്പയും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പുകിലാണ് ഇതൊക്കെ. എന്റെ മോളുടെ ജീവിത ഇടക്കെട്ടല്ലാതെ വേറെ പോംവഴിയില്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ ഇത് പുറത്താരും അറിയില്ലാന്ന് ഉസ്താദ് എനിക്ക് വാക്ക് തരണം. രാവിലെ തന്നെ അടിച്ച് കയറ്റിയാണല്ലോ പഹയാ. അല്ല അളിയ പോയിരിക്കുന്നേ. അയ്യോ, കുറച്ച് പുട്ടുമ്പോഴം കഴിക്കും. അല്ല വേണ്ടേ? അളിയനോട് ഞാൻ 8 മണിക്ക് വരാൻ പറഞ്ഞല്ലേ? 8 മണിക്ക് എത്തിയ അളിയ നാസ്ത കഴിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വരിക. ആ നേരത്തെ എത്തിയ ഈ പുട്ടുമ്പഴം തന്നെ ഞാൻ കഴിക്കേണ്ടി വരും. അളിയനോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞതേ ആ ഫൈസറെ വീട്ടിൽ പോയി എന്തായി കാര്യങ്ങൾ അന്വേഷിക്കാനാ. അതിന് നേരത്തെ കാലത്ത് വരണ്ടേ? ഞാൻ വന്നല്ലോ. എന്നാ പോയി അന്വേഷിക്കൂ. നമ്മളതിന് ചെന്നില്ല എന്ന് വേണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോവാം. അളിയ, കുറച്ച് പുട്ടും വേണം കഴിച്ചിട്ട് പോ. ഞാനേ ഫൈസയുടെ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. അവിടെ നല്ല പത്തിരി മട്ടൻ കറിയായിരിക്കും. ആഹാ, സിദ്ദിഖോയ്ക്കോ? മൂപ്പരോടെ? വാപ്പയും മോനും നാസ്ത കഴിക്കുന്നുണ്ട്. വാ, എനിക്കൊരു പ്ലേറ്റ് എടുത്തോ. വായോ. തെറ്റിയില്ല. പുട്ടും പപ്പടം കഴിക്കേ. പുട്ടും പപ്പടവും കറിയോ? എന്താ? അല്ല, പുട്ടും പപ്പടം അടിപൊളിയാന്ന് പറയായിരുന്നേ. ഏതവനാണോ പുട്ട് കണ്ടുപിടിച്ചേ? നിങ്ങള് ഇവിടെ ബാപ്പയും മക്കളും കൂടി ഇരുന്ന് പുട്ടും പപ്പടവും പൊടിച്ച് കളിക്കുക. ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എന്തെങ്കിലും തീരുമാനം ഉണ്ടോന്ന് അറിയാൻ അളിയൻ വിട്ടതാ എന്നെ. നാളെ നമ്മൾ എല്ലാവരും കോഴിക്കോട്ടേക്ക് പോവാന്ന് പറഞ്ഞതല്ലേ? ഉപ്പാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോന്നോ? ഞങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നീ വേറെ കെട്ടിക്കോ. നല്ലൊരാളെ ഇടക്കെട്ടിന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ സിദ്ദിഖോയ? അങ്ങനെ വഴിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന ഒരാളെ കൊണ്ടൊന്നും കെട്ടിക്കാൻ പറ്റില്ല. നമുക്ക് വിശ്വാസമുള്ള ഒരാളെ വേണം. അതാണ്. എന്നാ ജബ്ബാർ തന്നെ കെട്ട്, അല്ലേ? ഒരു ശൈത്താനെ കൊണ്ട് തന്നെ തോറ്റു. ഇനി ഒന്നിനോടെ കെട്ടാനുള്ള ശേഷിയില്ല പോയ. എങ്ങനെ?
അത് സത്യമല്ലേ? എന്നാലേ കോഴിക്കോടേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ യാത്ര തിരിക്കാം. പാപ്പ, ഞാൻ കൂടെ വരേണ്ട കാര്യമുണ്ട്. പുതിയ ഒന്നിനെ കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. അതെന്നെ, കെട്ടുക, മൊഴി ചൊല്ലുക, എന്നിട്ട് വീണ്ടും അതിനെ തന്നെ കെട്ടാൻ വാശി പിടിക്കുക. എനിക്ക് പുതിയൊരാളെ വേണ്ട, എനിക്ക് ഷാഹിനെ തന്നെ മതി. സിദ്ദിഖോയ, ജബ്ബാറെ ഇതാ എത്തി. എന്താ സിദ്ദിഖോയ, ജബ്ബാർ വിളിച്ച് കൂവണ്ടല്ല. അറിഞ്ഞിട്ട് എന്തിനാ എന്നെ കുറെ കൊടുക്കാനാ? പറയാ നാവ് ധരിച്ചിട്ടോ വയ്യ. പറഞ്ഞ എന്റെ അളിയ എന്നെ കൊല്ലും. എത്രയായി? 78 ഉറുപ്പ്യ. അടച്ചോനെ, പേഴ്സ് എടുത്തില്ല. ഫോണുണ്ടല്ലോ, ഗൂഗിൾ പേ ഇല്ലേ? ശിവരമ്മ, നീ എന്റെ കാശ് കൂടെ കൊടുത്തരേ. ഞാൻ ഗൂഗിൾ പേ എടുക്കാൻ മറന്നു. കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചല്ലേ, അതുകൂട്ടാ. പ്രസിഡന്റ് പോലത്തെ വേറൊരു നാറി. ഒരു 4 ചായ നല്ല സ്ട്രോങ്ങിൽ എടുത്തോ. എനിക്ക് മധുരം കൂട്ടി. നല്ലോണം മാത്രം കൂട്ടിക്കോ. ആ ജബ്ബാർക്ക, നിങ്ങളിങ്ങനെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരില്ലേ ഓനും കൂട്ടിട്ട്. ഇവിടെ ചെക്കന്റെ കാര്യമായി പോയല്ലോ, ഓടാണ്ടിരിക്കാൻ പറ്റുമോ? അഹങ്കാരം കൊണ്ട് പറയണതല്ല. ഓം പറഞ്ഞതിന് ശേഷം മൂപ്പര് ഓട്ടം തുടങ്ങിയതാ. അല്ലേ പൈസി? ഇങ്ങനെയാണെ പിന്നെ നിങ്ങൾ കുറച്ച് ഓടേണ്ടി വരും. അത് വിട്. ഈ പറഞ്ഞ ആളെങ്ങനെയാ? നമുക്ക് പറ്റിയ ആളാണോ? ഓനെ കണ്ടാലൊരു മുരുക്കാണെങ്കിലും നല്ല ഒന്നാം തരം കാതലുള്ള തേക്ക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെത്തിമിനിക്ക് ഉണ്ടാക്കാം. ഏത് സഭയിലും കൊണ്ടുപോയി നിർത്താൻ പറ്റും. പക്ഷേ നമ്മൾ ചെത്തി മിനുക്കണം. അതെ, തേക്കാണെങ്കിൽ നമുക്ക് നിലമ്പൂരിന്ന് എടുക്കാം. നല്ല എ ക്ലാസ് കിട്ടും. പിന്നെ മലേഷ്യയിൽ നിന്ന് ഒരു തരം തടി വരുന്നുണ്ട്. അത് സിന്ദൂരിട്ടും വാർണിഷ് പൂച്ചതാ. കംപ്ലീറ്റ് ചാമ്പല. ഇയാള് നിങ്ങളെന്താ മരക്കച്ചവടത്തിന് വന്നതാ? എന്തെന്നാണ് മാമ? നമ്മള് വർത്താനം പറഞ്ഞിരിക്കണ്ട, അങ്ങോട്ട് പോവാ. വരി. കോഴിക്കോടൻ അലുവ. എന്താടോ ഓന്റെ പേര്? എം മനാഫ്. എം മനാഫോ? ആ, മണവാട്ടി മനാഫ്. ആളുടെ വന്നല്ലോ. മനാഫ് ഇരിക്കും. അവിടെ ബീഫ് തിളച്ചോണ്ടിരിക്കുക. എനിക്ക് തേങ്ങ കൊത്തിയടിച്ചിടണം. അതൊക്കെ പിള്ളേര് ചെയ്തോളൂ. ഇവിടെ ഇരിക്കും. നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറയും. ആരാന്റെ ആളെ പോലെ കളിക്കല്ലേ. ഇങ്ങോട്ട് വാ. അവിടെ ഇരിക്കും. മൂച്ചിപ്പിരാന്തായോ? ഞാൻ ചോറുന്നുമ്പോ എത്ര മീൻ പൊരിച്ചാണ് എടുത്തതെന്ന് എണ്ണി വെക്കുന്ന നിങ്ങള് എന്നെ സൽക്കരിക്കുന്നതിൽ എന്തോ കാര്യമുണ്ട്. എന്താണ് കാര്യം? ഓ, തമാശ 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 പറയാനുണ്ട്. മനാഫേ, ഒരു പെണ്ണും കൂടി കെട്ടണം. ഒരിടക്കെട്ട് വർത്താൻ പറഞ്ഞ് തരിപ്പിക്കണ്ട. ഞാൻ അങ്ങോട്ട് പറയാം. ഇന്ന് രാവിലെ ഇവരെ കൂടെ പോകുന്നു, രാത്രി കെട്ട് നടക്കുന്നു, അന്ന് അവിടെ കൂടുന്നു, രാവിലെ ഇവിടെ പോരുന്നു. അല്ലേക്കാ, അതിൽ കാര്യമുണ്ട്. ഞാൻ ആരേലും കെട്ടിക്കഴിഞ്ഞാല് ആ പെണ്ണ് പിന്നെ ഒഴിഞ്ഞു പോവില്ല. അതെന്താ? നിനക്ക് അത്രക്ക് മുഞ്ചാണോ? കുറച്ചെന്ന് വെച്ചാ കുറച്ചധികം. മമ്മൂട്ടിയെ പോലെ നാട്ടിലുള്ളവരൊക്കെ എന്നെ കുറിച്ച് പറയുന്നത്. ആണോ? നിനക്ക് അങ്ങനെ തന്നെ വേണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ദുൽഖറിനെ പോലെ ഇരിക്കണമെന്നാ. ചില ആംഗിൾ നോക്കിയാല് അല്ലേ? എന്റെ ലാസ്റ്റ് കെട്ടിയോളൂ തന്നെ പറയുന്നത്. എനിക്ക് പിന്നെ ചായനെ കൂടെ കെട്ട്. ഓളും പറയും ദുൽഖറിനെ പോലെ ഇരിക്കണം. അത് നടക്കൂല. എന്തിക്കാ ഇനി കെട്ടിയാല് ഈ കോയിന്റെ ബാക്കില് കമ്പി കയറ്റി തിരിക്കുന്ന പോലെ എന്നെ ഗ്രില്ല് ചെയ്യുന്ന എന്റെ മൂന്നാമത്തെ കെട്ടിയോളുടെ ആങ്ങളമാര് പറഞ്ഞിട്ടുള്ളത്. ഇതാരും അറിയാൻ പോകുന്നില്ല മനാഫേ. ഇന്ന് ഇവരെ കൂടെ പോകുന്നു, രാത്രി കെട്ട് നടക്കുന്നു, അന്ന് അവിടെ കൂടുന്നു, പിറ്റേന്ന് രാവിലെ ഇങ്ങ് പോരുന്നു. അങ്ങനെ പറഞ്ഞു എം മനാഫ് മനസ്സിലാക്കി. ഞങ്ങള് പുറത്ത് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ അവസാനം പറഞ്ഞില്ലേ, അതൊരു 4 തവണ കൂടെ പറഞ്ഞു കൊടുക്കും.
മോനെ കൊഞ്ചം വരണ പൈസേ വണ്ടി എടുത്തോ. മോഞ്ചനായിട്ട് പിന്നെ അല്ല. ആ ബാ ബാ ബാ. എന്നാ പോയിട്ട് വാന്റെ കുട്ടിയെ. അസനിക്ക ഇതെന്തെങ്കിലും ഏടാകൂടായി മാറിയാലുണ്ടല്ലോ പിന്നെ ഞാൻ ഒന്നും നോക്കൂല. നിങ്ങൾ ഓർഡറിൽ ഞാൻ കത്തിക്കും. സിദ്ദിഖോയ, അന്നോട് മാത്രമായിട്ടൊരു കാര്യം പറയാണ്. ഇത് നമ്മളല്ലാതെ വേറെ ആരും പുറത്തറിയും. പ്രയാസമാണ്, എന്നാലും ശ്രമിക്കാം. നിർത്ത്. എന്താടും? എന്തായാലും ഒരു പെണ്ണ് കെട്ടാൻ പോവല്ലേ, ധൈര്യത്തിനൊരു ചെറുത് വേണം. ഈ എന്താണോ എന്നെ പറ്റി വിചാരിച്ച്? ഞാൻ നല്ല ദീനുള്ള കൂട്ടത്തിലാണ്. ഈ വക പരിപാടിക്കൊന്നും കൂട്ടു നിൽക്കുക എന്നെ കിട്ടൂല. ദീനില് പടച്ചോനെ പറ്റിക്കാന്നുണ്ടോ? തോന്നിയാസം പറയരുത്. ആരോടോ പടച്ചോനെ പറ്റിച്ചത്? നിങ്ങൾ എന്നെ കൊണ്ട് പെണ്ണും കെട്ടിച്ച് ഒരു ദിവസം തൊടാതെയും പിടിക്കാതെയും പിറ്റേ ദിവസം രാവിലെ കാശും തന്ന് പറഞ്ഞു വിട്ട് ആരെ പറ്റിക്കാനാ? പടച്ചോനെ പറ്റിക്കാനല്ലേ? അല്ലേ? എന്നാ എന്ത് പണ്ടാരെങ്കിലും പോയി വാങ്ങിക്കും. ഈ 100 റുപ്യ കൊണ്ട് എന്ത് കിട്ടാനാ? പിന്നെ സർക്കാർ അടിക്കടിക്ക് വില കൂട്ടുന്നത് നിങ്ങൾ അറിയുന്നില്ല. എനിക്ക് നല്ല സാധനം കിട്ടണം. നിങ്ങളെ ചെക്കൻ്റെ അടുത്ത് 500 റുപ്യ കൊടുക്കി. അതിനെന്തിനാ ഓന്റെ വില ഏൽപ്പിക്കണത്? ഈ അല്ല പോയി വാങ്ങിക്കേണ്ടത്. ഓന്റെ കാര്യല്ലേ, ഓൻ തന്നെ പോയി വാങ്ങട്ടെ. ഞാനോ? ഭ്രാന്തല്ലേ? ഞാൻ ജീവിതത്തിൽ ബീവറേജിന്റെ ക്യൂ നിന്നിട്ടില്ല. അനക്ക് അതിന്റെ ഒരു കുറവുണ്ട്. ചെല്ല് പാപ്പാ. ഈ എന്റെ പൈസ ഈ ഒന്ന് ചെല്ല്. എന്ത് പണ്ടാരെങ്കിലും വാങ്ങിച്ചു. അല്ല, ഞാൻ അവിടെ പോയിട്ട് എന്താ ചോദിക്കണ്ടേ? അമ്മായിക്കും കുട്ടിക്കും സുഖാണോ ചോദിക്ക്. എടാ പൊട്ടാ, അവിടെ പോയി ഒരു ഫുള്ള് മണവാട്ടി തരാൻ പറ. നല്ല പച്ച വെള്ളം പോലത്തെ സാധനം. ഇവിടെ നോക്കിയാൽ അവിടെ കാണും. വാങ്ങിട്ട് വാ, ചെല്ലേ. മണവാട്ടി എന്ന് പറയുമ്പോ ചെക്കന്റെ മോന്താണ്ടോ ചൊകാന്നാ. ആ മുഖം മുഴുവൻ ചുവന്ന് പരക്കണമെങ്കിൽ എന്റെ മനാഫേ ഇച്ചി ഓളെ ഇന്ന് തന്നെ നിക്കാഹ് ചെയ്ത് നാളെ അങ്ങ് ഒഴിവാക്കണം. എന്റെ സിദ്ദിഖ് ഒന്നും മിണ്ടാതിരി. ഈ ഒന്ന് ഓന്റെ അവിടെ പോക്കേ. ആ ചെക്കൻ 8 മുട്ടും തിരിയാത്ത. ഞാൻ അങ്ങ് പോവാനോ? ഞങ്ങള് വലിയ തറവാട്ടുകാരാ. അതിലും വലിയ തറവാട്ടുകാരാ നിരന്ന് നിൽക്കുന്നത്. ഒന്ന് ചെല്ലി ആക്കാം അങ്ങോട്ട്. വലിയ വലിയ തറവാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ചെല്ലി. മണവാട്ടിയെ മണവാട്ടിക്ക് വേണ്ടി നമ്മൾ രണ്ടും ക്യൂ നിൽക്കുന്ന നല്ല ചേല. മാമ, എനിക്ക് അടിമുടി തരിച്ചു നിൽക്കാണ്. അതിനേക്കാൾ അടിമുടി തരിച്ചു വിറച്ചു നിൽക്കുകയാണ് ഈ ഞാൻ. സത്യം 2 അടിക്കാത്തതിന്റെ വിറയലാണ് സാറേ. പക്ഷെ ചെറുതിനുള്ള കാശേ ഉള്ളൂ. നമുക്ക് 3 ആൾക്കും കൂടി ഷെയർ ഇട്ടാലോ? ഓളോ. അപ്പൊ ഞാൻ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. എന്ത് കാര്യം? മണിയറ റെഡിയാക്കണ്ടേ? മുല്ലപ്പിന് ഓർഡർ കൊടുത്തിരിക്കുക. മണിയറേ? അത് പിന്നെ ഒരു കല്യാണാകുമ്പോ മണിയറ വേണ്ടേ? മാമ ഇങ്ങോട്ട് വന്നേ. വരുന്നത് ഷാഹിയുടെ മുറിയുടെ മൂലക്കിടാൻ ഒരു പായൻ തലേണ അത്ര മതി. മതിയാ? മതി മതി. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതാണ് പുതിയ എടോ, ഇതൊക്കെ 80 മോഡലാടോ. താൻ കയറുക. കണ്ടാപ്പ അറിയില്ല കേട്ടോ. കുടിക്കാൻ ചായയോ കാപ്പിയോ? രണ്ടും വേണ്ട. സാറിന്റെ മൂത്ത മോള സൽമാ, യാത്രക്ക് പോകോ. ഞാൻ എന്തായാലും ജ്യൂസ് എടുക്കാം. എന്റെ പൊന്നു മനാഫെ, പെണ്ണുങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഏത് തെണ്ടിയും പറയണത് ഈയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ മുഴുവൻ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നതേ ഞാൻ ഒറ്റ ഒരുത്തന. ഇനി ആവർത്തിക്കാതെ നോക്കിക്കോളാം. അയാൾ കൊള്ളാം. ഫൈസി പാപ്പാ, മോനെ, ഈ മനാഫിന് മുകളിലത്തെ റൂം കാണിച്ചു കൊടുക്ക്. പിന്നെ 7 മണിക്ക് ഷാഹിനോടെ വീട്ടിലെത്തണം. ഓ ബാ. ഇന്ന് രാത്രി തന്നെ നിക്കാതെ വേണോ? 1-2 ദിവസം കഴിഞ്ഞിട്ട് പോരെ? എന്റെ കാക്ക, നിങ്ങൾ അവളെ കെട്ടി ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് അവളെ കെട്ടാൻ.
അതിന്റെ ഇടയിൽ ഒരു ഇടപാടായിട്ട് വരല്ലേ. അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാൻ നീ അവളെ മൊഴിയല്ലേ ഇത്? അതെ, നിങ്ങൾ വലിയ ആളാവാൻ നോക്കണ്ട. പറയണ പണിയെടുത്താൽ മതി. കൂടുതലൊന്നും ചോദിക്കാൻ വരണ്ട. മനസ്സിലായ? വാ, നിക്കാന് സമയമായി. ഇതാണ് നിങ്ങളുടെ മുറി. പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക്. എന്തായാലും കെട്ടാൻ പോവല്ലേ, ഞാനൊന്ന് ചൂടാക്കട്ടെ. നീ ഒരു ഗ്ലാസ് എടുത്തിട്ട് വാ. എന്താ? ഒരു ഗ്ലാസ് എടുത്തിട്ട് വാ ഭായി. കൊറേ നേരമായല്ലോ ഒരുങ്ങാൻ തുടങ്ങിട്ട്. നീ ആ ഫൈസിയോടെ ആ മനാഫിനെ വിളിച്ച് ഇറങ്ങാൻ പറ. ലേറ്റായി. മോളിന്ന് പ്രാണസഖ്യ പാട്ട് കേൾക്കണുണ്ട്. അതെ, നിന്നെ കണ്ടതുകൊണ്ട് പാടിയതാവും. ഓ ശരി. എന്നിട്ട് ഇങ്ങക്ക് ഇതുവരെ പാടാൻ തോന്നിയില്ലല്ലോ. നിന്റെ മോന്റെ പ്രാന്ത് മാറ്റാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇനി പാട്ട്. സ്നേഹമുള്ള ഭർത്താവ് പാടും. എനിക്ക് കുറച്ച് സ്നേഹം കുറവാ. ഓ, നീ പോയിട്ടെ അയാളെ വിളിച്ച് വേഗം ഇറങ്ങാൻ പറ. പൈസയോട് പോ. ചെല്. ഇപ്പൊ പാടിയത് സ്വന്തം കെട്ടിയോളെ കുറിച്ച് തന്നെയല്ലേ? അതോ ഇനി വേറെ എന്റെ സൽമ, എന്നോടല്ല ഞാൻ അവരെ വിളിക്കാൻ പറഞ്ഞത്. ഞാൻ ആകെ പ്രാന്തെടുത്തിരിക്കുകയാണ്. വിളിക്കാം വിളിക്കാം. യോ താനിവിടെ എന്തെടുക്ക? എടോ, നിക്കാതിന് സമയം. ഒന്ന് ഇറങ്ങി വാ. എനിക്ക് നാണോ? ഒന്ന് ഇറങ്ങി വാടോ. ഞാൻ വരില്ല. ചെന്ന് പിടിച്ചോണ്ട് വാ. ഒന്ന് പിടിച്ച പാപ്പ. എന്താ ഇത് ഫൈസി? എന്നെ ഇയാളെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലേ? കണ്ട മണവാട്ടിയൊക്കെ വലിച്ചടിച്ച് കേട്ടിട്ട്. അന്റെ കല്യാണം എന്റെ അല്ല, എന്റെ മൂത്താപ്പാന്റെ. ഇതൊന്ന് നേരെ നിന്ന് മനാഫെ, നേരെ നിൽക്ക്. ഓക്കെ സർ. ഫൈസി, ഓക്കെ ആണോ ഇത്? എനിക്കറിയില്ല. Everything is okay. Everything is okay. മനാഫെ, എന്റെ ഫൈസി, ആരെങ്കിലും വിളിച്ച് വല്ല വണ്ടിയിലും കയറ്റി തൂക്കി എടുത്ത് എവിടെയുണ്ട് കള. ഞാൻ അസനെ ഒന്ന് വിളിക്കട്ടെ. പാട്ടുകാരൻ പുതിയപ്പള ഒരുങ്ങി ഇറങ്ങിയ? പുതിയപ്പള എന്റെ എന്നെ കൊണ്ടതും. ജബ്ബാർക്കല്ല. ആ ജബ്ബാർക്ക, സംഗതി ഒക്കെ റാഹത്തായല്ലേ? നമ്മളെ കമ്മീഷന്മാർക്കല്ലേ? നാറി. എന്റെ പൊന്ന് ജബ്ബാർക്ക, നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 10,000 പൊറാട്ട നിന്ന നിപ്പിലോൻ അടിക്കും. മലവെള്ളപ്പാച്ചില് തടുത്തോ നിർത്തും. പക്ഷെ മണവാട്ടി ഫുള്ള് ഉള്ളി ചെന്നാ പിന്നെ പ്രാണസഖി പാട്ടാ. പിന്നെ ഓനെ പിടിച്ചാ കിട്ടൂല. ഓൻ തളരും. നീ വെച്ചിട്ട് പോ. ഉപ്പ, നിങ്ങളൊക്കെ അന്വേഷിച്ചിട്ടും ഒരാളെ കിട്ടിയില്ലല്ലോ. ഞാനൊരാളെ സജസ്റ്റ് ചെയ്യട്ടെ. അന്ന് എന്നെ റിസോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന റമീസ്. അവനെതിരെ സമ്മതിക്കോ? ചോദിച്ചു നോക്കാം. ഞാൻ ഫൈസിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അതിന്റെ ആവശ്യം എന്താ ഉപ്പ? മൊഴി ചൊല്ലുമ്പോ എന്നോടൊരു വാക്ക് ചോദിച്ചോ? എവിടെ നിന്നെങ്കിലും ഒരുത്തനെ, അതും ആരാണെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ ഒരു ദിവസം കഴിയേണ്ട എന്റെ അവസ്ഥ ഉപ്പ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാൾ വേണ്ടേ? പിന്നെ ഒരു രാത്രി എന്നെ സേഫായി എത്തിച്ച ആളാ റമീസ്. റമീസിനെ വിളിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ. ഹലോ റമീസ്. ഷാൻ, എന്താ വിശേഷം? സംഗതി കൊള്ളാം. എന്തായാലും ഒരു ദിവസത്തെ ജോലി അല്ലേ? ചുമ്മാ വേണ്ടടോ, നല്ല കാശ് തരാടോ. കാശ് എന്തായാലും വേണം. പിന്നെ ഈ ഡിവോഴ്സിന് അറിയാതെയാണെങ്കിലും ഞാനും ഒരു കാരണക്കാരനല്ലേ.
ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ ഓക്കെ അല്ലേ? കാശ് എത്ര വേണോ ഉപ്പാനോടത് ചോദിച്ചു വാങ്ങിച്ചോ. ഓക്കെ ഓക്കെ. زوجتك زوجتك وأنكحتك وأنكحتك بنتي بنتي شاهنة شاهنة بمهري بمهري هذه دلي هذه دلي. പാപ്പാ എല്ലാം റാത്തായില്ലേ? എന്ത്? നിക്കാഹ് നടന്നില്ലേന്ന്? നടന്നുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാ. എന്തിന്? അനക്ക് മനസ്സിലായില്ലേ? അള്ളാഹുവിന് സ്തുതിന്ന്. എന്റെ പെണ്ണിനെ ഏതൊരുത്തിന് കെട്ടിച്ചു കൊടുക്കണേനോ? അതെ. എന്നിട്ട് ഓൻ മൊഴി ചൊല്ലിട്ട് വേണ്ട അനക്ക് വീണ്ടും കെട്ടാൻ. അപ്പോഴും ഞാൻ ഉറക്കെ നീട്ടി വിളിക്കും അൽഹംദുലില്ലാന്ന്. പുതിയാപ്പിള എങ്ങനെയുണ്ടെന്ന് ചോദിക്കേ. ഒന്ന് ചോദിക്കേ. ആ പ്രിയാപ്പിള എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമുണ്ടാവാതെ നോക്കണം. അത് നിന്റെയും കൂടെ കാര്യ. ഇത് നീ ഷാഹിനാന്റെ വീട്ടിൽ നിന്നോ? വാപ്പ അത് ഒരു കരുതല് നല്ലതാ പൈസി. ഫസ്റ്റ് ക്ലാസ് ഉപ്പയും മോനും ഇതുപോലെ വേറെ എവിടെ കിട്ടും? ഹലോ. ആ ഞങ്ങളിവിടെ എത്തി. ഇല്ല വേറെ ആരുണ്ടായിരുന്നു? ഇരിക്കി. മുറിയുടെ മൂലയില് അനക്ക് കിടക്കാനുള്ള പായ് നിറഞ്ഞു വച്ചിട്ടുണ്ടാവും. ഈ അവിടെ കിടന്നോ. ഓള് മോളി കിടന്നോളൂ. മാമാ കട്ടില്ലേടാ ചെക്ക. ഈ മിണ്ടാനും പറയാണ്ട് നിൽക്കാണ്ട് ആ മുറിയുടെ മൂലയിൽ പോയി കിടക്ക്. ഞാൻ ഉറക്കൊഴിഞ്ഞ് മുറിയുടെ പുറത്തുണ്ടാവും. ഞാനും ഈ നിൽക്കുന്നുണ്ട. പിന്നല്ലാതെ കഷ്ടം. ഇതാണ് മുറി. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പാവല്ലേ? നല്ല പയ്യൻ. എന്താ പാലൊക്കെ ആയിട്ട്? ആദ്യരാത്രിയല്ലേ, ഒന്ന് ഉഷാറാവട്ടെ. അതിനത് ഒറിജിനൽ അല്ലല്ലോ. ഇതെന്താ ഷാഹിന പാലൊക്കെ ആയിട്ട്? മെല്ലെ കേറ്. അവനോട് കുത്തിയിടലെന്ന് പറമാ. അടിപൊളി. അടച്ച് പാലൊക്കെ ഉള്ള സ്ഥിതിക്ക് കുറച്ച് മുല്ലപ്പൂട്ട് അലങ്കരിക്കായിരുന്നു. നല്ല പൈസ. അത് മാമ നിങ്ങളുടെ മരിപ്പിന് വേണ്ടി ഞാൻ എന്റെ വകയായിട്ട് ചെയ്തോ. പേടിപ്പിക്കാതടാ. താനെന്താണോ അകലെ പോയി നിൽക്കുന്നേ? ഇവിടെ വന്നിരിക്കടോ. തന്നെ എനിക്ക് വിശ്വാസ ആണ്. പക്ഷെ എന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എങ്ങനെയുണ്ട് പുതിയ ആപ്പിൾ എക്സ്പീരിയൻസ്? അടിപൊളിയാ. ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് ബോറടിച്ചോ? ഭയങ്കര ബോറടി. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, സഹായിക്കാന്ന് ഓർത്ത. ക്യാഷ് കിട്ടിയില്ലേ? പിന്നെ മേടിക്കാണ്ട്. പൂത്ത കാശല്ലേ നിന്റെ ഉപ്പാടയിൽ. അതിന്ന് ഇത്രയല്ലേ ഞാൻ മേടിച്ചുള്ളൂ. മാമ അകത്തൊരു ക്യാമറ വെക്കായിരുന്നു. എന്തിന്? അല്ല, എന്തെങ്കിലും അകത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാലോ. മോനെ ഫൈസി, ഇത്രയൊക്കെ പണിയെടുത്തിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്കൊരു സന്തോഷമില്ലാത്തതെന്ന് നിനക്കറിയോ? എന്താ? അന്നെപ്പോലെ ഒരു നാറിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാ. ചോദിക്കാൻ വിട്ടു. സത്യത്തിൽ നിനക്കെന്താ ജോലി? ഇങ്ങനെ ഇടക്കെട്ട് കെട്ടി തട്ടിയും മുട്ടിയൊക്കെ പോകും. ചളി അടിക്കാതെ കാര്യം പറ. നീ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഹാജി മസ്താന്റെയും കരീം ലാലയുടെയും ചോട്ടാ രാജന്റെയും പഴയ ബോംബെ. മുംബൈയിൽ ഒരു ചെറിയ ബിസിനസ് നടത്തിയിരുന്ന ആളായിരുന്നു എന്റെ വാപ്പ.
വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്. പക്ഷേ വാപ്പ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന കൂട്ടുകാരൻ തന്നെ പല കള്ളത്തരങ്ങളും കാട്ടി വാപ്പയുടെ കാശ് മുഴുവനും പറ്റിച്ചു മുങ്ങി. ബിസിനസ് തകർന്ന് കടക്കിണിയിലായ വാപ്പ ആവശ്യത്തിൽ സൂയിസൈഡ് ചെയ്തു. തനിച്ചായ ഉമ്മ കുഞ്ഞായ എന്നെയും കൂട്ടി മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് പോന്നു. വലുതായപ്പോൾ വല്ലുമയിൽ നിന്നും കഥകളറിഞ്ഞ് ഞാൻ ഉപ്പയുടെ കൂട്ടുകാരനെ തേടി മുംബൈയിലേക്ക് പോയി. എന്റെ വീട്ടുകാർ പറയും പോലെ പണ്ടെന്നോ നഷ്ടപ്പെട്ടുപോയ നിധി തേടിയുള്ള യാത്ര. തള്ളിയതാണോ? തോന്നിയോ? എന്റെ എക്സ് ഹസ്ബൻഡ് എന്തെടുക്കുവാണാവോ? എന്തേ ഫ്രൂട്ട്സ് വല്ലതും വേണോ? വേണ്ട മോനെ പൈസ. നിന്റെ പഴയ പുതിയപ്പോൾ അവിടെ തന്നെ കുത്തിയിരിപ്പുണ്ട്. ചാടിക്കേറി തലാക്ക് ചൊല്ലിയതല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ. പൈസ എന്താ മാമ നേരം വെളുത്താൻ പോയാ? നേരെ ഒന്നും വെളുത്തിട്ടില്ല. അതെ, മണിയറയിൽ ഫ്രൂട്ട്സ് വെക്കാൻ മറന്നുപോയി. ഈ തടുപ്പ് എടുത്തിട്ട് വാ. എന്റെ മാമ, നിങ്ങൾ അവന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് പ്രലോഭിപ്പിക്കാണ്. അങ്ങനെയുണ്ട്. ആ, അതിനവൻ ഫ്രൂട്ട്സ് ചോദിച്ചോ? അതല്ലേ പതിവ്. എനിക്കതങ്ങനെ തോന്നി. എന്റെ മാമ അങ്ങനൊന്നും തോന്നാതെ. ഈ എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ മാമാ മാമാന്ന് വിളിക്കുന്നത്? എന്റെ മാമ, നിങ്ങൾ ഷാഹിനയുടെ മാമയമ്മ എന്റെയും കൂടെ മാമയല്ലേ? അത് ഈ ഓളെ ഭർത്താവായിരുന്നപ്പോ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അവൻ നാളെ ഷാഹിനെ മൊഴി ചൊല്ലുന്ന ആ നിമിഷം ഞാൻ അവളെ കെട്ടൂലേ? അപ്പൊ നിങ്ങൾ എന്റെ മാമ തന്നെയല്ലേ? ഓന്റെ മട്ടും ഭാവം കണ്ടിട്ട് ഓ നാളെ മൊഴി ചെല്ലുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നീ എന്നെ ഇപ്പൊ മാമാന്ന് വിളിക്കണ്ട. ഒരു തീരുമാനമാവട്ടെ. സിദ്ദിഖോയ, അത് കറക്റ്റ്. രാവിലെ എപ്പോഴാ? എന്ത്? നാളെ എപ്പോഴാ തലാക്ക് ചൊല്ലണത്? ആരെ? എന്നെ. ആര്? നീ. അതൊന്ന് ഞാൻ ആലോചിക്കട്ടെ. എന്ത്? അതൊന്ന് ഞാൻ ആലോചിക്കട്ടേന്ന്. അപ്പൊ ഇറങ്ങല്ലേ? ബാഗ് എടുത്തോ. എങ്ങോട്ടാ മാമ? മാമനാ? അത് ഇന്നലെ മാത്രം. മിഡ് നൈറ്റ് ഓഫർ. ഇന്നു മുതൽ സിദ്ദിഖോയ. ഷായനയുടെ മാമ എന്റെ മാമയല്ലേ? അതിനിപ്പോ തന്നെ മൊഴിയെല്ലാം പോവല്ലേ? എന്താണ് ഇന്ന് പുതിയാപ്പിള സ്പെഷ്യൽ? പുതിയാപ്പിള സ്പെഷ്യലോ? ആർക്ക്? ആരാ പുതിയാപ്പിള? ആരാ? കൊച്ചു കള്ളി, നിന്റെ ഇത്താത്തട പുതിയാപ്പിള ആരാ? പൈസിക്ക. അത് എക്സ്. ഞാൻ വൈ. വയ്യോ? വൈ എന്ന് വെച്ചാ ഞാൻ. സാധാരണ രാവിലെ നാടൻ മുട്ട പുഴുങ്ങിയതും നെയ്യിൽ പൊരിച്ച ഏത്തപ്പഴവും കൊണ്ട് റൂമിൽ വരുമെന്ന് കാത്തിരുന്നു ഞാൻ. താനങ്ങോട്ട് ചെല്ല്. ഓക്കെ മോളു. നിനക്കിന്ന് കോളേജില്ലേ? എന്തോന്ന്? പഠിക്കാൻ പോണില്ലേന്ന്. ഇനി എന്റെ അനിയത്തിയുടെ പഠിപ്പിന് ഈ അളിയന്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. വേണ്ട ഉമ്മ? പിന്നെ വേണം. ലാലാലലാ. എന്താ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണേ? ഒരു കല്യാണം കഴിഞ്ഞ് വീടല്ലേ? ഒരു സന്തോഷം ആഹ്ലാദമൊക്കെ വേണ്ടേ? ഈ പോണില്ലേ? എന്തിനാ മാമ? ഷാഹിൻ എന്നെ മൊഴി ചൊല്ലണ്ടേ? ഇപ്പൊ തന്നെ വേണം. ഇറങ്ങടാ.
അത് പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അത് ചോദിക്കാൻ നീ ഏതാടാ? ഞാൻ ഇവിടുത്തെ മരുമോൻ, ഷായനയുടെ കെട്ടിയൻ. അല്ല മോളെ? അതെ, ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള സ്ഥലമാ. അന്യപുരുഷന്മാരെ എന്തിനാ വാപ്പ വീട്ടിൽ കയറ്റുന്നത്? കെട്ടകാലമാണ്. നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അല്ല കോയാമാമ? റമീസ്, എന്താ നിന്റെ ഉദ്ദേശം? നീ മൊഴിച്ചൊല്ലാൻ നോക്ക്. തൽക്കാലം ഞാൻ മൊഴിയൊല്ലാം ഉദ്ദേശിക്കുന്നില്ല. ഉമ്മ, ഇവിടെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ? ആണോ മോളെ? ഈ എന്താടാ ഉണക്കശ്രാവന അടികിട്ടിയ നായിനെ പോലെ കാറിന് ചുറ്റും മണപ്പിച്ചടക്കണേ? അതല്ല മാമ, എനിക്കൊരു സംശയം. ഈ ഒരു കാറ് മാത്രമല്ലേ ഉള്ളൂ? ഉപ്പാക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ, എനിക്ക് ഷായ്മോക്ക് എവിടെയെങ്കിലും പോണെങ്കിലോ? ഓ, അത് ശരിയാ. അത് നമ്മൾ ഷായന പോലെ ഉപയോഗിച്ചിരുന്ന കാറുണ്ട്. അത് അടിപൊളിയാ. അതെവിടെ? അതിവിടെ ഇല്ല. എന്നാ ഉപ്പാനോട് പറഞ്ഞു നമുക്ക് പുതിയൊരു കാർ മേടിക്കല്ലേ ഷായ്മോളെ? അതല്ല, നിനക്കെന്തിനാ പുതിയ കാർ വാങ്ങിച്ചേരണേ? ഒഴിച്ചല്ല നോക്ക്. എന്തിന്? എന്തിനാ നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് ഓർമ്മയില്ല. നീ പറഞ്ഞ കാശ് തന്നിട്ടല്ലേ ഇത് ചെയ്തത്? ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോഴേ ആ കാശ് പോരാന്നൊരു തോന്നല്. എന്ന് വെച്ചാ ഉപ്പ ഒരു 5 ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ മൊഴിച്ചല്ലോ. 5 ലക്ഷം കൂടിയോ? യെസ്, 5 lakhs. നീ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല ഉപ്പ, ന്യായം. ഏകദേശം മമ്മൂട്ടിയുടെ ലുക്കുള്ള എനിക്ക് വിവാഹ കമ്പോളത്തിൽ ഡൗറിയായിട്ട് എത്ര കിട്ടുമായിരിക്കും? ലുക്കുണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ കഴിവ് വേണം. എന്നാ പോട്ടെ, ഇത്രയും ലുക്ക് വെച്ച് എത്ര കിട്ടും? ഒരു 101 പവൻ കുറഞ്ഞത്. 101 പവൻ, 10 ലക്ഷം രൂപ. കാർ പോയോ? അല്ല, കാർ പുതിയതോ പഴയതെന്ന് ചോദിക്കായിരുന്നേ. പുതിയത് ബെൻസോ ഓടിയോ? ഓടി. എനിക്കതാ ഇഷ്ടം. പക്ഷെ എനിക്കിനി അത് കിട്ടില്ലല്ലോ. അതെന്താ? സെക്കൻഡ് ഹാൻഡ് ഡിമാൻഡ് ഇല്ലല്ലോ മാമ. ശരിയാ. അതുകൊണ്ട് എനിക്കൊരു 5 ലക്ഷം രൂപ വേണം മാമ. ഉപ്പൊന്നും മിണ്ടുന്നില്ല. എനിക്കൊന്ന് ആലോചിക്കണം. എനിക്കും ആലോചിച്ചിട്ടൊക്കെ മതി. എനിക്കും തീരെ തിരക്കില്ല. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഭർത്താവ് ഭാര്യയുടെ ബെഡിൽ കിടക്കുക. ആരുടെ ഭർത്താവ്? എന്റെ ഷായനമുത്തിന്റെ. മുത്തോ? ഇഷ്ടമായില്ല എങ്കിൽ ഞാൻ വാവേന്ന് വിളിക്കാം. അതും ഇഷ്ടമായില്ലെങ്കിൽ എന്നൊരു ഫ്രഷ് പേരുണ്ട്, കുണുവാവ. കൊണവാവേ? കൊണവാവയല്ല, കുണുവാവ. കുമ്പിടിയുടെ കുണുവാവ. എന്റെ കുണുവാ ഇങ്ങ വാ. റമീസേ, കളിവിട്. കളിവിടോ? എന്റെ ലൈഫില് ഒരു അത്യാവശ്യ ഘട്ടത്തില് നീ തന്ന കെയർ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് നിന്നത്. ഒരുപാട് കാലം കൂടെ താമസിച്ചവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് ഒറ്റ ദിവസം പരിചയപ്പെട്ട ഒരാളെ വിശ്വസിക്കാൻ പാടുണ്ടോ കുണവാവേ? നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന്, നീ കുറച്ച് കാശൊക്കെ തന്ന് എന്നെ വിട്ടുപോവാം. അല്ലെങ്കിൽ നിന്റെ കെട്ടിയവനായി ഞാൻ ഇവിടെ കയറി അങ്ങ് നിരങ്ങും. ഏത് വേണോന്ന് നീ അങ്ങ് തീരുമാനിച്ചു. ഇത്താടെ കാറാ. ഇത്ത മാത്രം ഉപയോഗിക്കൂ, വേറെ ആർക്കും കൊടുക്കൂല. എനിക്ക് ഉപയോഗിക്കാലോ, ഞാൻ നിന്റെ ഇത്താടെ പുയ്യാപ്പിളയല്ലേ. ഫൈസിക്കാക്ക് പോലും കൊടുത്തിട്ടില്ല, പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്. ഓ പിന്നെ
ഇനി ഒരു നിമിഷം പോലും അവനോട് നിർത്തണ്ട. ആ ശരി. ഈ എന്തെയും നോക്കുന്നേ? നല്ല കാറല്ലേ, ഇതെനിക്ക് തരുമോ? നിനക്കോ? വെറുതെ വേണ്ട, സ്ത്രീധനായിട്ട് ഞാൻ കൂട്ടിക്കൊള്ളാന്നേ. അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. നീ തന്ന അക്കൗണ്ടിൽ ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്. ഇനി നിമിഷത്തിന്റെ മൊഴി ചൊല്ലിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക. ഇന്നോ? ഇന്നോന്നാ? ഇപ്പൊ തന്നെ? ഇന്ന് എനിക്കൊരു മൂടില്ല. നീ കളിക്കല്ലേ? പോയിവിടുന്ന്, കളിക്കാനും മൂടില്ല. കഴിവറട മോനെ, ഓളെ മുടി ചൊല്ലിട്ട് നിനക്ക് അങ്ങോട്ട് പോ. പോവാൻ പറഞ്ഞ വരണ കോയമാമ ചൂടാവല്ലേ? ചൂടാവും. എന്നാ ചൂടായിക്കോ. നീ പറഞ്ഞ കാശ് തന്നില്ലേ, ഇനി പൊയ്ക്കൂടെ? ഇന്നേതാ ദിവസം? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച ഒരു പൊട്ട ദിവസമാണ്. അന്ന് മൊഴി ചൊല്ലി ശരിയാവൂല. എടാ, ഈ അഹമ്മദിനെ നിനക്ക് ശരിക്കും അറിയില്ല. നിന്നെ തല്ലിക്കൊന്ന് പൊന്നാനി കടലിൽ കെട്ടിത്താഴ്ത്തിയാലും ഒരുത്തരും ചോദിക്കാൻ പറയണം. അതെങ്ങനെ ശരിയാവണേ? ഇവനെതിരെ ചൂണ്ടുവിരൽ കാണിക്കാൻ ചോദിക്കാൻ ആളില്ലെങ്കിലും അവന്റെ കൂടെ ഞാനുണ്ടാവും അളിയനായിട്ട്. വെറും 10 ലക്ഷം രൂപയാണ് നിങ്ങൾ എന്റെ അളിയനിട്ട വില. എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ ഒരു ബിസിനസ് നടത്തുമ്പോ നിനക്ക് ഒരു വാക്കിനോട് ചോദിച്ചു മീസേ? എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടം പൂമ്പാറ്റെ കണ്ടവൾ നിൽക്കുന്ന ഒരു പാവം കുഞ്ഞിനെ ചതിയിലൂടെ കല്യാണം കഴിപ്പിച്ചിട്ട് നിസാര കാശത്ത് പറ്റിക്കാൻ നോക്കുന്ന നിങ്ങൾ കൊള്ളാലോ. നീ ആരാ? ആരാണെന്നാണ് ചോദ്യമെങ്കിൽ പറയാം, പേര് പറയൂല. അതെന്താ? അത് ശരിയാവൂല. പേര് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാ മതി. ഫക്രുതി. എന്ത് വൃത്തിയാടാ കാണിക്കുന്നത്? അതാ പറഞ്ഞത്, പേര് പറയൂലെന്ന്. അപ്പൊ കേട്ടില്ല, ഇപ്പൊ തുപ്പല് തെറിച്ചില്ലേ? നീ ഇവന്റെ ആരാ? അളിയനെന്ന് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ബ്രദറില്ല. എവിടെ നിന്റെ സ്ഥലം? തൃക്കളത്തൂർ. ചോദ്യം മതി. ഇനി ഇവന്റെ ഡിമാൻഡൊക്കെ ഞാൻ പറയും കേട്ടാ. അതെ ഫക്രുലിയ, ഇതാ ഞാൻ അളിയോട് പറഞ്ഞ കാറ്. കൊള്ളാലോ. അതെ, ഈ വണ്ടി എന്റെ അളിയന്റെ പേരിലേക്ക് ഒന്ന് മാറ്റിയേക്കണം. കഴിഞ്ഞിട്ടേ പോണോളൂ. അത് മതി അളിയാ. മതി. എവിടെ ഷാഹി? എവിടെ ഷാഹി? മോളെ ഷാഹി. അളിയാ, ഈ വീടും കൂടി നമ്മുടെ പേരിലേക്ക് എഴുതി മേടിച്ചാലോ? മോളെ ഷാഹി ഒന്ന് വന്നേ. എന്താ കോയതൊക്കെ? ഹലോ ഹലോ മോനെ ഫൈസി, ആ റമീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ പോവൂലെന്ന്. അതല്ലടാ, ഇപ്പൊ വേറൊരുത്തരുടെ വന്നിരിക്കുന്നു. അതാരാ? അതവന്റെ അളിയനാണെന്നാ പറഞ്ഞേ. ആ, പെങ്ങന്മാരും അളിയന്മാരും കുടുംബക്കാരും എല്ലാരും കൂടെ വന്ന് സ്ഥിരതാമസം ആക്കൂ. അതറിയില്ല കോയമാമ, എനിക്കറിയാം നീ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ കേന്ദ്രത്തിലോട്ടൊരു മെയിൽ അയച്ചാലോ? മെയിലും കുന്ത്രണ്ടാക്കി വിട്ട് മറുപടിക്ക് കാർത്തിക സമയമില്ല പ്രസിഡന്റെ. എങ്കിൽ പിന്നെ അവനെ ഓടിക്കാൻ ചില സമരമുറകൾ പ്രയോഗിച്ചാലോ? രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കായികപരമായിട്ട് നേരിടണം. എന്ന് വെച്ചാ കൊല്ലലും തട്ടിക്കൊണ്ടുപോയതൊക്കെ ഇവർക്ക് നിസ്സാര കാര്യമോ? വാ. വാ. പബ്ജിയാണെങ്കിലും നമ്മൾ പറഞ്ഞു വെടിവെപ്പിക്കണം. രാമേട്ടാ, ഇതാണ് ആള്. ഞാൻ പ്രശസ്ത ഗുണ്ടാ നേതാവ് ഹംസമോൻ. എന്താ ചിരിക്കാൻ? ഗുണ്ടാ നേതാവ് ഓക്കെ, ഹംസമോൻ. അധികം ചിരിച്ച തല കാണൂല പന്നി. ഉനക്ക് ഹംസമോൻ ആരാന്ന് മനസ്സിലായില്ല. രാമേന്ദ്ര, ഇടയ്ക്കിടയ്ക്ക് ഈ ഹംസമോൻ എന്ന് പറയല്ലെന്ന് പറ. അതെന്താണ് ഹംസമോൻ എന്ന് പറഞ്ഞാല്? എനിക്ക് ചിരി വരും. ഗുണ്ട നേതാവ് എന്ന് പറഞ്ഞാൽ ഷാജി, അമ്പു, ജെയ്സൺ എന്നൊക്കെ പറയുന്ന ഒരു ഇമ്പം ഉണ്ടല്ലോ, അത് ഇതിനില്ല. ഇയാൾ വിളിച്ച് പോണ്ടോ? എടഞ്ഞ ഹംസമോൻ ഒരു പ്രാന്തനാ. പോയ പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. എനിക്കും ഹംസമോൻ കേൾക്കുമ്പോ ചിരി വന്നിട്ട്. എന്നാ ഓക്കെ, പേര് പറയുന്നില്ല. തല്ലി ഓടിക്കാനുള്ള ആളെ കൊണ്ടുവന്നുണ്ടോ? ഇല്ല. എന്നാ അയാളുടെ ഒരു ഫോട്ടോ ഈ ഫോട്ടോ വെച്ച്
AI എഫക്റ്റോടുകൂടി ഞങ്ങൾ ഡമ്മി തയ്യാറാക്കും. ഈ ഡമ്മി വെച്ച് അവന്റെ എവിടെയൊക്കെ തല്ലിയാൽ വേദനിക്കും എന്ന് ഞങ്ങൾ ഒരു മാസത്തെ പരിശീലനം നടത്തും. 1 മാസത്തെ സമയമോ? അപ്പത്തേക്ക് ഓ വാപ്പയാവും. അതിനൊന്നും സമയമില്ല. രാമേട്ടാ, ഇതൊരു കോപ്പിലല്ല കോപ്പറേറ്റ് കൊട്ടേഷൻ കമ്പനിയാണ്. ഞങ്ങൾക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, മനസ്സിലായി? എന്ത് തന്നെ ആയാലും വേണ്ടില്ല, ഓൻ അവിടുന്ന് വേഗം ഒന്ന് ഇറക്കി കിട്ടിയാ മതി. നാളെ ഒഴിവുണ്ടോ നോക്കട്ടെ. വെട്ടിച്ചറ സൈമൺ തട്ടിക്കൊണ്ടു പോകൽ നാളെ. ഗുലാൻ തിരൂര് നാളെ. ഒരു വഴിപ്രശ്നം, ഉടമസ്ഥന്റെ കൈയൊടിക്കൽ. കുണ്ടോട്ടി മൂസ, അയ്യോ കൊലപാതകം. എന്താ ചെയ്യാ? ഒരാളുണ്ട്. താളെന്താ പരിപാടി? അടിച്ചൊടിക്കൽ, കൊലപാതകം, കാലുവെട്ടിയെടുക്കൽ, അതിന്റെ ഇടയിൽ കയറി ചെറിയ ഇടപാട് എടുക്കല്ലേ ഭായി. എന്റെ അപ്പ ഇത് അംശ പിടിച്ച കേസാണെങ്കിൽ വന്ന് ചെയ്യ്. എന്നാ ഓക്കെ, ഞാനും സീനയും എത്താം. ഓക്കെ, താങ്ക് യു മൈ ബോയ്. 1-ാം തരം ഗുണ്ടയാണ് അപ്പൻ. അപ്പൊ സീന നല്ല ഗുണ്ടിയാണോ? രാമേട്ട എവിടുന്ന് കിട്ടി നായിനെ? എടോ സീനിജൻ, ഗുണ്ടയാ ഗുണ്ട, മനസ്സിലായോ? എന്നാ അഡ്വാൻസ് വെച്ച് പോയിക്കോ. ഇപ്പൊ ഫുൾ പേയ്മെന്റ് തരികയാണെങ്കിൽ 15 മുതൽ 18% വരെ ഓഫർ ഉണ്ട്. 15 മുതൽ 18% വരെ ഓഫർ. ഇതെന്താ മെഡിക്കൽ ഷോപ്പാ? അങ്ങനെയാണ് ഇപ്പൊ അഡ്വാൻസ് തരാം, ബാക്കി കാര്യം കഴിഞ്ഞിട്ട് തന്നാ പോരെ. പിന്നെ GST ഇടാൻ മറക്കണ്ട. GST? പിന്നെ ഞങ്ങൾ ഗവൺമെന്റിൽ കറക്റ്റ് അടയ്ക്കുന്നതല്ലേ. പിന്നെ ഗുണ്ടകൾക്ക് GST ഉണ്ട്. വേണേ കണ്ടോ? എന്താ ചിരിക്കണേ? നല്ല സുഖം, അതുകൊണ്ട് ഇരിച്ച. എനിക്ക് സുഖം. ഇനി ഉപ്പൂറ്റ് വിളിക്കാണിക്കോ? നിങ്ങളൊക്കെ ആരാടാ? ഇവന്റെ ചോദ്യം കേട്ടിട്ട് നമ്മൾ അന്വേഷിച്ചു വന്നത് ഇവൻ തന്നെയാണെന്ന് തോന്നുന്നത്. ഇവനെ അങ്ങോട്ട് വീഴ്ത്താം. ഈ കളി കൊള്ളാലോ. നമ്മുടെ അങ്ങോട്ടോ ഇതിനകത്ത് എനിക്കറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കിയാലോ. മോളെ, നീ എന്തുറപ്പില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞേ? ഞാൻ അത്ര ശ്രദ്ധിച്ചല്ലോ ഉപ്പ. ഞാനും. അതെ, ഇങ്ങനൊരു ആളോ ചലിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടാ. ഒന്നുമില്ലെങ്കിലും ബന്ധുക്കളല്ലോ നമ്മള്. ബന്ധുക്കളോ? ഏത് വകയില്? നിങ്ങളുടെ മോളുടെ മാപ്പിളയുടെ അളിയൻ. അങ്ങനെ ഒരാളെയാട്ടാ നിങ്ങൾ ഞങ്ങൾ കൊല്ലാൻ നോക്കിയത്. നിന്റെ ഉപ്പാനും 4 പെങ്ങന്മാരെ ഉമ്മാനും അളിയന്മാരെ കൊണ്ട് ഇത് എങ്ങനെയാണ് അവിടെ വന്ന് നിൽക്കുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഷാഹിമോളെ, നീ മറ്റൊരു വീട്ടിൽ പോയി പൊറുക്കേണ്ട ആളല്ലേ? എന്തോന്ന് പോവാൻ നോക്ക്. പോയാ നിങ്ങളൊരു പാമ്പിനെയാണ് നോച്ചു വിടുന്ന കേട്ടോ. പാമ്പിനെ? ഏത് പാമ്പ്? ഫക്രുദ്ദീൻ എന്ന ഈ കോബ്രയെ. എന്താ ലെവലാദ്യം? റമീസ്, ഞാനും ഫൈസയും അറേഞ്ച് മാരേജ് ആയിരുന്നു. അതിന് ഡിവോഴ്സ് ചെയ്തിട്ട് പോലും എനിക്ക് ഫൈസയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അന്നും ഇന്നും. ഈ നട്ടപ്പാതിലേക്ക് ഇത് പറയാനാണ് കൊണ്ടുവന്നത്. അതല്ല റമീസ്, ഫൈസി അല്ലാതെ എന്റെ ജീവിതത്തില് വേറൊരാൾ ഉണ്ടാവില്ല. ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വന്ന നീ തലാക്ക് ചൊല്ലാത്തതിന്റെ കാരണം എനിക്കറിയണം. കേട്ടിട്ടില്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നും. ഈ സാബുവിന്റെ പെണ്ണിനെ ഈ ബുദ്ധിമുട്ടിക്കണത് ആര്? ഷായി. ഷായി? അവൾ എന്റെ പെണ്ണാ.
അതിന് താനല്ലല്ലോ പൈസയല്ലേ ഷായുടെ ഭർത്താവ്. അതായിരിക്കാം. അവളെ കരളിന്റെ കഷ്ണം പോലെ കൊണ്ടുവിടുന്നവനാ ഈ സാബു. എന്റെ ഷായിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴാൻ പോലും ഞാൻ സമ്മതിക്കൂലോടെ മോനെ. വേണ്ട, സമ്മതിക്കണ്ട. എന്നാ നീ ഇന്ന് തന്നെ സ്ഥലം കാലിയാക്കിക്കോ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇയാൾ അവിടെ കിടന്നെന്താ കാണിക്കുന്നത്? ഒരാള് ജീവൻ പടയം വെച്ച് ചാടുമ്പോ ഒഴിച്ച് മാറിനാടാ. നീ എടുത്ത് പഠിച്ചാടാ. വേദനിച്ചോ? ഇതിപ്പോ എത്ര ആൾക്കാരെ ഷൈനിക്ക് ചോദിക്കേ? ഓരോ വെള്ള സാധനല്ലേ മുന്തിരില് ചോദിക്കോ? നിന്നോട് നല്ല നിലക്ക് പലതവണ പറഞ്ഞതാണ് തിരിച്ചു പോകാൻ. ഓ, അപ്പോ നീയാണ് ഇതിന്റെ പിന്നിലല്ലേ? അതേടാ, ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചതാ. പിന്നെ നീ പണി വാങ്ങിച്ചേ പോകുന്ന നിർബന്ധം പിടിച്ച എന്താ ചെയ്യാ? എന്നാ തുടങ്ങാല്ലേ? തുടങ്ങല്ല, അവസാനിപ്പിക്കാൻ.
സർ യുവർ ഓർഡർ പ്ലീസ്. ഒരു മിനിറ്റ്. കഴിക്കാൻ എന്തെങ്കിലും? നോ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. എന്താ കഴിക്കാനുള്ളത്? ഹലോ സർ, കഴിക്കാൻ ബോക്സർ ബർഗർ ഉണ്ട്. എന്തായി കാണിക്കുന്നത്? സോറി സർ. ഇഡിയറ്റ്. ഓരോരുത്തർമാർ ഇറങ്ങിക്കോളും. ഹലോ ഫൈസി, എന്താ നീ കാണിക്കുന്നേ? ഒക്കെ ശരിയാവും പാപ്പ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഫൈസി. ഇനി അവർ വീട്ടിലേക്ക് കൂടി കയറി വന്നാൽ? ഇല്ല പാപ്പ, ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം. ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കരുത്. എടി, നിന്റെ റീലിനെ ഒരു കമന്റ്, നിന്റെ ശബ്ദം പ്രണയാദ്രമായ മാജിക്കൽ വോയിസ് ആണെന്ന്. അങ്ങനെ എത്ര എത്ര ആരാധകരുണ്ട് മോളെ. ഇത് മറ്റേതാ. മറ്റേതോ? ആ, ഇന്ന് കോഫി ഷോപ്പിൽ വന്നില്ലേ അവൻ. ഓ, 11. ആ, കമന്റ് ഇടാൻ എന്താ എത്ര വൈകിയെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ക്ലാസ് സൂപ്പർ ആയിരുന്നല്ലേ? ഹലോ. ഹലോ, ക്ലാസ് നേരത്തെ കഴിഞ്ഞാ? ഹലോ, അവരോട് പഠിക്കുന്ന പിള്ളേരാ? അവരാ അക്ബർ അക്കാഡമി പഠിക്കുന്ന പിള്ളേരാ. സാറിന്റെ മക്കളെ റിലേറ്റീവ്സിനെ പഠിപ്പിച്ചോട്ടാ. അവിടെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. അതുകൊള്ളാലോ. പിന്നെ അക്ബർ അക്കാഡമി ഇപ്പൊ സ്റ്റഡി അബ്രോഡ് തുടങ്ങിയിട്ടുണ്ട്. വിദേശത്തോടും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. വേറെ എന്തെങ്കിലും വേണോ സാറേ? ഇത് രാവിലെ നീ വെള്ളം എടുത്തേ. അതേക്കാ, ഈ അബ്രോഡ് നിന്നൊക്കെ കുറച്ച് മാറി എന്ന് പറയണേ. മുത്ത് കൈക്ക് മുത്തേ. കുട്ടൻ കഴിക്ക്. കുട്ടാ. മുത്ത് കൈക്ക് മുത്തേ. കുട്ടൻ കഴിക്ക്. കൊറ്റനോ? കൊറ്റനല്ല, കുട്ടൻ. ആ കിഴങ്ങന്റെ സ്വഭാവം കണ്ടിട്ടെ കുട്ടുന്നുള്ളൊക്കെ നല്ലത് കൊറ്റനാ. അല്ല ഗൗതമ, ശരിക്കും ഒരു കുട്ടൻ എന്നാണോ? അയാളുടെ പേര് കുട്ടനെന്നൊന്നുമല്ല. പിന്നെ ഈ സ്നേഹമുള്ള ചില ഭാര്യമാരും കാമുകിമാരും ഒക്കെ കുട്ടാന്ന് വിളിക്കും. ഈ സ്നേഹമുള്ളവരൊക്കെ അങ്ങനെ ആണോ? ആന്ന്. ഇക്കാനേക്കട ഭാര്യ അങ്ങനെ വിളിക്കാറില്ല. പിന്നെ അവക്കെന്നെ എന്തിനിഷ്ടാന്നറിയാമോ? അവളെപ്പോഴും കുട്ടാന്ന് വിളിക്കാറ്. പക്ഷേ ഈ കുട്ടാന്നും മുത്തേന്നും വിളിക്കുന്നവര് പെട്ടെന്ന് തേക്കും. അതെ, നീ ഇവിടെ നിൽക്കും, ഞാൻ കൂടി ചെല്ലട്ടെ. അല്ലെങ്കിൽ അവരിപ്പോ ഗ്ലാസ് എന്റെ പൂമത്തല്ല വലിച്ചു. അതെ, രണ്ടും കൂടി ഒരച്ചൊരച്ചെന്റെ ഗ്ലാസ് പൊട്ടിക്കോ. നിന്റെ ഒരു ഗ്ലാസ് പൊട്ടിയ 100 ഞാൻ വാങ്ങിച്ചു തരും. അല്ല മൊത്തേ, എന്നാലേ രണ്ടുപേരോട് ഒരു ദിവസം ഗ്ലാസ് മേടിച്ചിട്ട് ഇതാ പുറത്തു വരുന്ന ഒരച്ച് പൊട്ടിക്ക്. അത് ഞാൻ ചെയ്യും. ആ അല്ല മൊത്തേ പോയിന്നാ ഈ പന്ന കിളവനെ. എന്റെ പൊന്നുമോളെ, ഇത് മൊത്തം ഡൈ ആണ്.
എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതുപോലെ റെസ്റ്റോറന്റ് ഞാൻ ഉണ്ടാക്കും എന്റെ മുത്തിന്റെ പേരിൽ. എന്നിട്ട് എന്റെ മുത്തിന്റെ പേരിട് ഞാൻ ഇനി എന്റെ മുത്തിന് വേണ്ടി ഒരു താജ്മഹൽ പണിയിപ്പിക്കും. പോരെ? താജ്മഹൽ എനിക്ക് വേണ്ട. പിന്നെ താജ്മഹൽ ആവുമ്പോ എല്ലാരും കാണാൻ വരൂലേ? എനിക്കത് ഇഷ്ടമല്ല. ഞാനും കുട്ടിനുള്ള എന്തേലും അത് പിന്നെ അതെ, നിങ്ങൾ താജ്മഹലോ കുത്തപ്പിനാറോ എന്താ ഉണ്ടാക്ക്. ഇത് കുടിച്ചിട്ട് ഗ്ലാസും കൊടുത്താ അതിന്റെ ഒരു കുത്തപ്പിനാറും താജ്മഹലും. പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്, സേലം വെറ്റില തിന്ന് ചുവക്കുന്ന തത്ത ചുണ്ടത് പൂവാണ്, അണിയും മുത്താണിയൊത്ത് കോട്ട ചക്കരമാല മണിമങ്ക മാധുരി പൊന്മാരിലേ കനകപ്പൂവാളയിട്ട് കണ്ണും കയ്യും വീശി നടക്കുന്നുണ്ടവർ ബഹുജോരിലേ, നടക്കുന്നുണ്ടവർ ബഹുജോ അതെ, മാജിക്കൽ പ്രണയാർദ്രമായ വോയിസിന്റെ ആള് വരുന്നുണ്ട്. സാർ മെനു. സാർ എന്താ വേണ്ടത്? സാർ ഈ പ്രണയാർദ്രമായ മാജിക്കൽ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, എടുക്കട്ടെ? ഓക്കെ. പ്രണയാർദ്രമായ സ്പെഷ്യൽ മിന്റ് ഉണ്ട് വിത്ത് മാജിക്കൽ വോയിസ്. പുതിയ ഐറ്റമാണോ? പഴയ ഐറ്റം തന്നെ ചങ്ങായി, പക്ഷെ പലരും പഴയ സ്റ്റൈലിൽ തന്നെയാ ഇപ്പോഴും. ഒരെണ്ണം എടുക്കട്ടെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താ മിസ്റ്റർ പൈങ്കിളി വേണ്ടത്? ഫെമി ഇല്ലേ? ഓ, ഫെമി സെർവ് ചെയ്താലേ കഴിക്കൂ? അങ്ങനെയൊന്നുമില്ല. എന്നാ പറഞ്ഞോളൂ. ഒരു കാപ്പച്ചീനോ ഐസ്ഡ്. മധുരം? മധുരം അത് ഇത്തിരി കൂടുതലാണല്ലോ നാൻസി. എന്നെയാണോ ഉദ്ദേശിച്ചത്? തോന്നി തോന്നും. അത് ഈ കൊച്ചുകുട്ടികൾക്ക് ജ്യൂസും സാൻഡ്വിച്ചും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് തോന്നാ. ഇവരൊക്കെ തന്നെ പിഴിയാടുകളാ. അതെ, ഇവരൊക്കെ തീറ്റിപ്പോരിട്ട് എന്ത് കിട്ടാനാ? മസനക്കുട്ടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇതെനിക്കൊരു അനുഭൂതിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ ഹോട്ടലൊക്കെ നിന്ന് പോകുന്നത് നമ്മളെ പോലുള്ളവർ വന്നുകൊണ്ടല്ലേ കച്ചവടാവുന്നു? അതെ. അതുകൊണ്ടല്ലേ മാസാമാസം നിനക്ക് ശമ്പളം കിട്ടുന്നത് പൊട്ടി. ഓടാ എന്നാ ഞാൻ പൊക്കോട്ടെ. വെയിറ്റ്, പൊന്നോസിന് എന്താ വേണ്ടേ? എനിക്കൊരു സാൻഡ്വിച്ച് മതി. കേട്ടില്ലേ? പോയി വാങ്ങിച്ചോടാ. എരിവുള്ള സാൻഡ്വിച്ച് അല്ലേ സാർ? ഞാൻ നിന്നെ എരിച്ചോളിയും. സ്ട്രോയ്ക്ക് വെറുതെ അടി വാങ്ങിച്ചു. പൊന്നൂസേ എന്താ വേണ്ടേ? കണ്ട ആനെ വാങ്ങിച്ചേട്ടെ. ആകാശം ചോദിക്കല്ലേ, ആകാശം വില കൊടുത്താൽ കിട്ടൂല. താരകമല്ലികൾ പൂവിട്ട വാനിലെ മാണിക്യ കൊട്ടാരം ഞാനൊരുക്കാം, കരള് തുന്നി തന്ന കാസൂറുമാലിലെ കനവുമായി നീ ഇങ്ങ് പോരുകില്ലേ, കനവുമായി നീ ഇങ്ങ് പോരുകില്ലേ, പോരുകില്ലേ. ചന്ദന പൂമരത്തണലിലിരിക്കണ ചെമ്പക നിറമുള്ള പൂമകളെ, ഒരു വാക്യം ഷഹാദത്ത് തളിയിട്ടതിവിടം, ഒളിചന്ദ്രകലയുള്ള കൊടി പാറുമിവിടം, കറുത്തവർ വെളുത്തവർ വിഭിന്നമില്ലിവിടം, കലയുടെ സിത്താറുകൾ മുഴങ്ങുന്നതിവിടം. ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു,
ആഹാ, ആളിവിടെ പാട്ട് കേട്ടിരിക്കുകയാണല്ലോ. നല്ല പാട്ടാണല്ലോ കേൾക്കുന്ന ഫൈസിയെ. കേട്ടോ രവി, എനിക്ക് പഴയ പാട്ടാ ഇഷ്ടം. രവിക്കോ? എനിക്കും അതെ. ഒട്ടകങ്ങൾ വെരി വെരി വെരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി. എടാ ചെക്ക, അധികം നീ എന്നിട്ട് നടത്തിക്കാതിരിക്കാൻ നോക്കിക്കോ. നിന്നോട് പറയാൻ നിന്ന ഫോണിൽ വിളിച്ചാ നീ എടുക്കൂല. അതാണ് ഞാൻ നേരിട്ട് വന്നത്. ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. കംപ്ലൈന്റ് ആയ ഫോണിൽ തന്നെയല്ലേ ആ കൊച്ചു പാടിയിരുന്നത്. ഇനി ഞങ്ങൾ നേരെ എന്റെ വീട്ടിലേക്കാ പോവാട്ടാ. അത് പറയാനാ വന്നത്. എന്താ ഫൈസി? പാപ്പ, ഷാഹിൻ ഉണ്ട് അവിടെ? ഷാഹിന മോള് അവള് പുറത്തുപോയി. എവിടേക്ക്? എങ്ങനെ പോയത്? ഷാഹിന മോളുടെ കാറില്. ഷാഹിനയുടെ കാറിലോ? പാപ്പ, ഞാനിപ്പോ വിളിക്കാം.
ഫൈസി, ആ അഹമ്മദാജിയുടെ മോളുടെ നല്ലൊരു ആലോചന. അത് നടന്നാൽ നിന്റെ ബാധ്യതയും മാറും, ഞങ്ങളുടെയൊക്കെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അവസാനിക്കും. ഇനി അതല്ല, 5 കാശിന് ഗതിയില്ലാത്ത ആ പാട്ടുകാരെയും കെട്ടി പാർക്കാനാണ് ഉദ്ദേശമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഉപ്പയും ഉമ്മയും മകളും ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നിനക്ക് കേൾക്കാം. Good evening. Good evening. Thanks. No mention. അപ്പൊ നാളെ വൈകിട്ട് കാണാം. എന്താണ് ഒരു മ്ലാനതക്കുറവ്? ഏയ് ഒന്നുമില്ല മുതലാളി. ഓൻ ഇന്ന് വന്നില്ലല്ലേ? ഇത് 10. കൊറേ നേരമായല്ലോ മുത്തേ. അയാള് തിരക്കിലായിരിക്കും. നീ ഒന്ന് ക്ഷമി. ഫുഡ് കഴിക്കാൻ നോക്കൂ. ചൊല്ലു. ഹലോ. ഹലോ. എവിടെയായിരുന്നു സാറേ? 2 ദിവസമായി കണ്ടില്ലല്ലോ. എന്റെ കല്യാണം ഉറപ്പിച്ചു. I'm sorry. ഹലോ ഹലോ. സൂയിസൈഡ് ചെയ്യുന്നു പറഞ്ഞ് ഫെമി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അത് സീരിയസ് ആയാണോ തമാശയാണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ എന്റെ വാപ്പയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഫെമിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചില്ല. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? ഫെമി ഇങ്ങനൊരു അവസ്ഥയിലെത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം സൂയിസൈഡ് ചെയ്തുകൊണ്ടല്ല ഫൈസി. പിന്നെ അവളിങ്ങനെയാൻ കാരണം ഷൈന നീയാ. ഞാനോ? What do you mean?
എന്താ ഉണ്ടായത്? മാന്യമായിട്ട് വെച്ചു. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവന് സൂസൈഡ് ചെയ്യാന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു. എന്നിട്ട് നോ റെസ്പോൺസ്. മോളെ നീ എവിടെ പോ? ഇവിടെ അടുത്തൊരു കെട്ടിടത്തിലാണ്. മരിക്കാനാണോ? കളിയാക്കല്ലേക്ക, എന്നെ കൊണ്ട് പറ്റണില്ല. മോളെ കുറച്ചു ദിവസം നിന്റെ പാട്ട് കേട്ട് മാത്രം നിന്നെ ഇഷ്ടപ്പെട്ട ഒരുത്തൻ അവന് വേണ്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞ കഷ്ടപ്പെട്ട് വളർത്തിയ വല്ലുമ്മ നിന്റെ ഈക്ക ആ ഞങ്ങളെക്കാളും വലുതാണ് അവൻ. എടി നിന്റെ പാട്ട് കേൾക്കാൻ മാത്രം കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. നിന്റെ കരിയർ സ്വപ്നം കണ്ടിരിക്കുന്ന വല്ലുമ്മയില്ലേടി. എടി മോളെ നീ അവനൊരു ഓൾ ദ ബെസ്റ്റ് അയക്ക്. ഇതിൽ കൂടുതലൊന്നുമില്ല അവനോടൊക്കെ ഒന്നും ചെയ്യാൻ. എടി ഒരു ന്യൂജൻ പൊളിക്കിടാവല്ലേടി നീ. അവനോടൊക്കെ പോവാൻ പറ. അപ്പൊ എങ്ങനെ? ഇപ്പൊ തന്നെ അയക്കാം. അല്ല നീ മരിക്കാൻ പോവാന്നും പറഞ്ഞ അവന് മെസ്സേജ് അയച്ചത്? അല്ല, അവന്റെ പേര് എഴുതി വെച്ച് ചാവാൻ പോവാന്നു. ന്യൂജൻ പിള്ളേരെ വില കളയോ നീ? ചിരിക്കല്ലേക്ക. മോളെ എന്നിട്ട് എന്തായി? ഓൾ ദി ബെസ്റ്റ് അയച്ചു, പക്ഷെ മെസ്സേജ് കണ്ടിട്ടില്ല. ഇനി എങ്ങാനും റിപ്ലൈ വരികയാണെങ്കിൽ ഞാൻ വേറൊരു മെസ്സേജും കൂടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് മെസ്സേജ്? നിനക്കൊന്നും എന്നെ കെട്ടാനുള്ള യോഗ്യതയില്ലടാ പട്ടിന്ന്. പോരേക്ക. അത് നന്നായി. അപകടം നടന്നതറിഞ്ഞാണ് ഞാൻ എത്തിയത്. നിർത്താതെ പോയ കാറിനെ കുറിച്ച് ആർക്കും അറിയില്ല. അങ്ങനൊരു അപകടം നടന്നതായി ഫെമിക്ക് അപകടം നടന്ന അന്ന് തന്നെയാണ് ഡ്രസ് സെലക്ട് ചെയ്യാൻ ഷായന കൂട്ടുകാരികളുമായി വന്നത്. ഒപ്പം പൈസയെ കാണാൻ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എടി ഷായന, നീ കാലിക്കറ്റ് എത്തിയിട്ട് പൈസയെ വിളിക്കുന്നില്ലേ? പിന്നെ വേറെ ഏതാ സാരി ഉള്ളത്? ഇത് നോക്കിയേ. ഹലോ ഷായന. ഹലോ, പൈസി. ഞാൻ കാലിക്കറ്റ് വന്നിട്ടുണ്ട്. എന്താ പരിപാടി? ഫ്രണ്ട്സ് ഒത്ത് വെഡിങ് ഡ്രസ് സെലക്ഷൻ. ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ എത്താം. അന്ന് ഞാൻ ഉണ്ടെന്നത് സത്യമാണ്. നിർത്താതെ പോയ കാർ ഒരു കടയുടെ ക്യാമറയിൽ പെട്ടിരുന്നു. അത് നിന്റെ വാപ്പയുടെ സ്വാധീനം മൂലം മായ്ച്ചു കളഞ്ഞു. ആരൊക്കെ മായ്ച്ചു കളഞ്ഞാലും ആ വണ്ടി ഏതാണെന്ന് അറിയാനുള്ള തെളിവ് ഫെമി തന്നെ തന്നിരുന്നു. അവൾ എപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം റീൽസ് ചെയ്യും മുമ്പേ എനിക്ക് അവൾ വീഡിയോ കോൾ വഴി പാട്ട് പാടി തരും. ഞാനത് റെക്കോർഡ് ചെയ്ത് കണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അന്ന് അവൾ ഇടിച്ചിട്ട കാറിന്റെ നമ്പർ ട്രേസ് ചെയ്തെത്തിയത് നിന്നിലാണ് ഷൈന. നിന്നെ തെരഞ്ഞാണ് ഞാൻ അന്ന് ആ നൈറ്റ് പാർട്ടിക്ക് എത്തിയത്. അത് നിന്റെ വണ്ടിയാണ്, നീയാണത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാക്കണമായിരുന്നു. അതിനുള്ള അവസരം നീ തന്നെ എനിക്ക് ഒരുക്കി തന്നു. ഇടക്കെട്ട് വഴി. ഷൈനമ്മളുടെ കാറടിച്ച വിവരം ഒരാളെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. കല്യാണത്തിനിടയ്ക്ക് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ
അതൊരു ബുദ്ധിമുട്ടാകില്ലെന്ന് കരുതിയ ഞാനന്ന്. എനിക്ക് ഓർമ്മയില്ല റമീസ്, ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. എല്ലാവരും കൂടെ എന്റെ ഫെമിയെ എല്ലാവരും കൂടിയോ? എല്ലാവരും കൂടിയല്ല, നീ. ഞാനോ? അതെ, നീ ഒറ്റൊരുത്തം മാത്രമാണ് ഫെമി ഇങ്ങനെ കിടക്കാൻ കാരണം. ഈ കാർ അടിച്ചത്, ഈ കാറ് പൊന്നാനിയിലുള്ള ലേഡിയുടേതാണ്. എന്താ ഫെമി ഇടിച്ച കാറ്? ആ, ഈ കാര്യം കണ്ടിട്ടുണ്ടല്ലോ. ഇതൊരു ദിവസം പൈസ ചോദിച്ചു നടക്കണ്ടേ? പൈസ? ആ, ഇന്ന് ഫെമി ആക്സിഡന്റ് ആയില്ലേ, അന്ന് അവന് കാർ ഓടിച്ചു നടക്കണ്ടേ? പൈസയില്ലേ? ആ ദിവസം, ആ സമയം നീയാണ് ഷായനയുടെ കാർ ഓടിച്ചത്, അല്ലടോ? അതേടാ, ഞാൻ തന്നെ. ഒരു നേരം പോക്കിനൊരു പാട്ടുകാരി പെണ്ണിനെ പ്രണയിച്ചപ്പോ അവൾക്ക് എന്നെ കെട്ടണം. ഫിനാൻഷ്യൽ പ്രോബ്ലം മാറാൻ വേണ്ടി ഒരു കല്യാണം ഒത്തു വന്നപ്പോഴാണ് അവളുടെ ഒടുക്കത്തെ ഭീഷണി മെസ്സേജ്. ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ എത്താം. ഞാൻ നിന്റെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ പൈസ. ഷാഹിന, ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് ഒരു സർപ്രൈസ് ആക്കാന്ന് വെച്ചു. ആ പിന്നെ, ഇത് റൈസി, ഇത് സോഫി. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാം. എനിക്ക് ഷാഹിനയുടെ കാറൊന്ന് വേണം. എന്റെ കാർ പാർക്കിംഗിൽ വെച്ച് കംപ്ലൈന്റ് ആയി, സ്റ്റാർട്ട് ആവുന്നില്ല. എനിക്ക് വളരെ അടുത്തുള്ള ഒരാൾക്ക് ഒരു സാധനം എത്തിക്കാനുണ്ട്. ഒരു 5 മിനിറ്റ്. എന്റെ കാറ് വേറെ ആർക്കും ഞാൻ കൊടുക്കാറില്ല. വേറെ ആരും അല്ലല്ലോ. ഈ ആട്ടവും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുന്ന മിനി സെലിബ്രിറ്റി അല്ലേ? എന്റെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത അതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് ചൊറിയാൻ കുറെ എണ്ണങ്ങൾ. അതിന് ഞാനായിട്ട് നിൽക്കണ്ടെന്ന് കരുതി കൊല്ലാൻ വേണ്ടി തന്നെ ഇടിച്ചത്. ചത്തില്ലായിരുന്നല്ലേ? നല്ല അടിയാണ്ട്ടാ. എടി, നിന്നെ കെട്ടിയതും കാശിന് വേണ്ടി തന്നെ. ഒരു ആവേശത്തിന് മൊഴിയില്ലപ്പോഴാണ് നിന്റെ വാപ്പ പറഞ്ഞറിയണം വാങ്ങിച്ച സ്ത്രീധനം മുഴുവൻ തിരികെ കൊടുക്കണമെന്ന്. അത് കൊടുക്കാതിരിക്കാനും ബാക്കിയുള്ളത് കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഈ ഇടക്കെട്ടിൽ നിന്നത്. നമുക്കൊരു കോംപ്രമൈസ് ആണ്. നിനക്ക് ഞാൻ കുറച്ച് കാശങ്ങ് തരും, അത് ഇവളുടെ ഉപ്പാടെ അക്കൗണ്ട്. അല്ല ഷായിമോ? ആ കാശ് വെച്ച് നീ അവളെ ചികിത്സിക്ക്.
ചികിത്സയുടെ ഇടയിൽ അങ്ങനെ അവള് ചത്ത. ആ കാശ് നീ വെച്ചു. ചാവുന്നതാണ് നിനക്ക് ലാഭം. ഇത് നോക്കി. എന്താ മോളെ പോയില്ലേ? ഫെമിയെ കൂടെ കൂട്ടിയിട്ട് പോകാൻ വന്നതാ. ഫെമിയേ, ഇന്നെവിടാ പ്രോഗ്രാം? പരപ്പനങ്ങാടിയിലാ. ഇന്നത്തെ പാട്ടൊന്ന് കളിച്ചേ. കൈവിരൽ തുങ്കിലും മോതിരമിട്ട്